हरे कृष्णा कृष्ण कृष्ण हरे हरे कृष्णं नारायणं वन्दे कृष्णं वन्दे व्रजप्रियं कृष्णं द्वैपायनं वन्दे कृष्णं वन्दे पृथासुतम् कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः श्रीहरये नमः श्री गुरुभ्यो नमः गं गणपतये नमः सरस्वत्यै नमः गुरुभ्यो नमः सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द ഉച്ചഭക്ഷണത്തിന് നിർത്തുന്നതിന് മുമ്പ് നമ്മൾ ഭഗവാന്റെ വാമനാവതാരം വരെയുള്ള ഭാഗങ്ങളാണ് അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞു നിർത്തിയത്. അഷ്ടമസ്കന്ധത്തിൽ അവസാനമായിട്ട് 24-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിച്ച് ചോദിച്ചതനുസരിച്ച് ഭഗവാന്റെ മറ്റൊരു അവതാര ലീലയായിട്ടുള്ള മത്സ്യാവതാര ലീലയാണ് അവിടെ വർണ്ണിക്കുന്നത്. സത്യവ്രതൻ എന്ന് പറഞ്ഞ ഒരു രാജാവ്, ഭഗവത് ഭക്തനായിട്ടുള്ള അദ്ദേഹം കൃതമല എന്ന് പറഞ്ഞ നദിയില് അദ്ദേഹത്തിന്റെ നിത്യകർമാനുഷ്ഠാനങ്ങൾക്കായി പോയി. തൻ്റെ കൈയിൻ്റെ കുമ്പിളിൽ ജലമെടുത്ത് അർഘ്യം സൂര്യദേവന് അർപ്പിക്കാനായിട്ട് ജലമെടുത്ത സമയത്ത് അതിൽ ഒരു ചെറിയൊരു മത്സ്യം കണ്ടു കയ്യിൽ, ആ ജലത്തിൽ. അപ്പൊ പിന്നെ ആ മത്സ്യത്തിനെ ആ ജലത്തിൽ തന്നെ വിട്ട് വീണ്ടും ജലമെടുക്കാമെന്ന് നോക്കിയപ്പോഴാണ് ആ മത്സ്യം രാജാവിനോട് സംസാരിച്ചത്. അങ്ങനെ ഈ ജലത്തിൽ വിടരുത്, ഇതിലുള്ള വലിയ മത്സ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് ജലജന്തുക്കളെ എന്നെ ഭക്ഷിക്കും, അതുകൊണ്ട് അങ്ങനെ കൂടെ കൊണ്ടുപോകണം എന്ന് സത്യവ്രതനായിട്ടുള്ള രാജാവിനോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. വിരോധമില്ല എന്ന് പറഞ്ഞ് അതിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ഡലത്തില് ആ മത്സ്യത്തിനെ ജലത്തോടു കൂടി എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകും. അവിടെ എത്തി കമണ്ഡലം വെക്കുന്ന സമയത്താണ് ആ മത്സ്യം കുറച്ചുകൂടി വളർന്നിരിക്കുന്നത്, കമണ്ഡലം നിറഞ്ഞിരിക്കുന്നു. മത്സ്യം പറയാണ്, എനിക്ക് ഇതിനകത്ത് ഒതുങ്ങിക്കിടക്കാനുള്ള സ്ഥലമില്ല, കുറച്ചുകൂടി വലിയ ഏതെങ്കിലും ഒരു കുട്ടകത്തിലാക്കിയാൽ വിരോധമില്ല എന്ന് പറഞ്ഞു. ഒരു കുട്ടകത്തിൽ കൊണ്ടുപോയിട്ട് ആക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ അതും നിറഞ്ഞു, വലുതായി. കിണറ്റിൽ കൊണ്ടുപോയിട്ടു, അതും നിറഞ്ഞു. അങ്ങനെ വീണ്ടും അതിനെ ആ സമുദ്രത്തിൽ കൊണ്ടുവന്ന് തിരികെ വിടേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. അപ്പോഴാണ് സത്യവ്രതൻ എന്ന് പറഞ്ഞ രാജാവിന് മനസ്സിലായത്, ഇത് സാധാരണമായിട്ടുള്ള മത്സ്യമല്ല, അസാധാരണമായിട്ടുള്ള മത്സ്യമാണ്, ഭഗവാന്റെ ഏതോ ഒരു ലീലയാണ് എന്ന് തോന്നുന്നു. താൻ ഭജിക്കുന്ന ശ്രീഹരി തനിക്ക് ഈ രൂപത്തിൽ ദർശനം നൽകാൻ വന്നതാണ് എന്ന് തോന്നുന്നു എന്ന് വിചാരിച്ച അദ്ദേഹം തൊഴുതുകൊണ്ട് ചോദിച്ചു, അങ്ങ് ആരാണ്, എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ മത്സ്യം പറയാൻ തുടങ്ങിയത്, രാജൻ, ഇന്നേക്ക് 7-ാമത്തെ ദിവസം ഇവിടെ ഒരു പ്രളയം ഉണ്ടാവാൻ പോകുന്നുണ്ട്. ആ പ്രളയത്തില് എല്ലാം തന്നെ നശിക്കും, ഒന്നും ഉണ്ടാവില്ല, വെറും ജലം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക, എല്ലാ സ്ഥലവും ജലം കൊണ്ട് മൂടും. ആ സമയത്ത് സപ്തഋഷികളെ തോണിയിൽ വരുന്നത് അങ്ങേക്ക് കാണാൻ കഴിയും. എല്ലാ സ്ഥലത്തും അന്ധകാരമാണെങ്കിലും സപ്തഋഷികളെ അവരുടെ ആ തപസ്സിന്റെ തേജസ് കാരണം അങ്ങേക്ക് അവരുടെ തോണിയെ കാണാനും മനസ്സിലാക്കാനും കഴിയും. അതിനിടയ്ക്ക് അങ്ങ് അടുത്ത കൽപ്പത്തിലേക്ക്, പ്രളയം കഴിഞ്ഞു വരുന്ന കൽപ്പത്തിലേക്ക് വേണ്ടതായിട്ടുള്ള ഔഷധികള്, വേണ്ട ചെടികളുടെ വിത്തുകളും മറ്റും എല്ലാം ശേഖരിച്ചുകൊണ്ട് അങ്ങ് കാത്തിരിക്കണം. അവരുടെ തോണി അങ്ങയുടെ അടുത്തേക്ക് വരും. അങ്ങ് ഇതായി ഔഷധികളെല്ലാം കൊണ്ട് ആ തോണിയിൽ കയറണം. ഞാൻ ഒരു മത്സ്യമായിട്ട് അവതാരമെടുക്കും. എൻ്റെ ശൃംഖത്തിൽ, അതായത് ആ മത്സ്യത്തിൻ്റെ കൊമ്പ്, ആ കൊമ്പിൽ വാസുകിയെ കയറാക്കി ഈ നൗകത്തിനെ, ഈ പടകിനെ, തോണിയെ കെട്ടി ഈ പ്രളയത്തിൽ നിങ്ങൾക്ക് ഈ പ്രളയം കാണിച്ചു തരാം. ആ സമയത്ത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ട് എന്നോട് ചോദിക്കാം, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം എന്നെല്ലാം പറഞ്ഞ് അനുഗ്രഹിച്ച് ആ മത്സ്യം അപ്രത്യക്ഷമാവും.
ഭഗവാൻ തന്നെയാണ് അവതരിച്ചത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാൻ പറഞ്ഞത് മാതിരിയത അവരുടെ ഔഷധികളെല്ലാം ശേഖരിച്ചു. അന്നു മുതൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് 7ാമത്തെ ദിവസത്തിനായി കാത്തിരുന്നു. 7ാമത്തെ ദിവസത്തിൽ പ്രളയം വന്നു. ആ പ്രളയം പറഞ്ഞത് മാതിരി തന്നെ ഭഗവാൻ പറഞ്ഞ മാതിരി തന്നെ ഈ സപ്തഋഷികളെ കയറിയ തോണി അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഈ ശേഖരിച്ച ഔഷധികളുമായി അദ്ദേഹം ആ തോണിയിൽ കയറി. തോണി കാണാൻ കഴിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും കാണാനില്ല. അന്ധകാരമാണ്, തമസാണ്, ഇരുട്ടാണ് പ്രളയത്തില്. അതാ ഏകശൃംഖിയായിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏകശൃംഖിയായിട്ട് വന്ന ആ ഭഗവാനിൽ ആ തോണിയെ വാസുകിയെ കയറായി ഉപയോഗിച്ച് കെട്ടി. അങ്ങനെ ആ പ്രളയം മുഴുവൻ സപ്തഋഷികളെയും സത്യവ്രതനെയും കൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. ആ സമയത്ത് സത്യവ്രതനും സപ്തഋഷികളും ചോദിച്ച പല ചോദ്യങ്ങൾക്കും ഭഗവാൻ അവിടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഭഗവാൻ ഉത്തരം കൊടുക്കുന്നുണ്ട്. മത്സ്യരൂപിയായിട്ട് അവതരിച്ച ഭഗവാൻ സത്യവ്രതനും ഈ സപ്തഋഷികൾക്കും കൊടുത്ത ഉപദേശമാണ് പിന്നീട് മത്സ്യപുരാണമായിട്ട് ഭഗവാൻ വ്യാസൻ എഴുതിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ പ്രളയമെല്ലാം കാണിച്ചു കൊടുത്ത് സത്യവ്രതനെ അനുഗ്രഹിച്ചു. അടുത്ത കൽപ്പം തുടങ്ങുന്ന സമയത്ത്, അടുത്ത മന്വന്തരം തുടങ്ങുന്ന സമയത്ത്, അതായത് ഇത് നടക്കുന്നതെല്ലാം ചാക്ഷുഷ മന്വന്തരത്തിലാണ്. 6ാമത്തെ മന്വന്തരം ചാക്ഷുഷ മന്വന്തരം. 7ാമത്തെ മന്വന്തരം വൈവസ്വത മന്വന്തരം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള മന്വന്തരം. അടുത്ത മന്വന്തരത്തിൽ, അതായത് ഈ വൈവസ്വത മന്വന്തരത്തിൽ അങ്ങായിരിക്കും മനുവായി ഭവിക്കുക എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അതോടുകൂടി ആ പ്രളയമെല്ലാം കഴിഞ്ഞു. എല്ലാം ഭഗവാന്റെ കുഷിയിൽ പോയി അടുത്ത മന്വന്തരം വൈവസ്വത മന്വന്തരം ആരംഭിച്ചു. അങ്ങനെയുള്ള ആ മത്സ്യമൂർത്തിയുടെ കഥയാണ് അവിടെ ചുരുക്കി ഒരു അധ്യായം കൊണ്ട് മത്സ്യാവതാരത്തിനെ അവിടെ വിവരിച്ചത്. മത്സ്യമൂർത്തിയെ സ്തുതിക്കുന്നതായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്തുതികളുണ്ട്. ആ സ്തുതികളെ പഠിക്കുന്നത് വളരെയധികം ഉത്തമമാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടങ്ങള്, മനക്ലേശങ്ങൾ വരുന്ന സമയത്ത് മത്സ്യമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് വളരെ ഉത്തമമാണ് എന്നും അവിടെ അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞു. അതോടുകൂടി മന്വന്തരാനുചരിതം എന്ന ലക്ഷണത്തോടുകൂടി 8ാം അവിടെ അവസാനിച്ചു. 4ാം സ്കന്ധം നമ്മൾ കണ്ടു. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 ചതുർഫല പുരുഷാർത്ഥങ്ങളെ 4 കഥകളിൽ കൂടി ധർമ്മത്തിനായിക്കൊണ്ട് ദക്ഷന്റെ ചരിതം, അർത്ഥത്തിനായിക്കൊണ്ട് ധ്രുവന്റെ ചരിതം, കാമത്തിനായിക്കൊണ്ട് പൃഥ്വിന്റെ ചരിതം, മോക്ഷത്തിനായിക്കൊണ്ട് വ്യഞ്ജനോപാഖ്യാനം എന്ന കഥകളിൽ കൂടി വർണ്ണിച്ചുവെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമായി കൊണ്ടാണ് 8ാം സ്കന്ധം. 4ന്റെ വിപരീതമായി കൊണ്ട് 8ാം സ്കന്ധം. ഇവിടെ ആദ്യം ധർമ്മത്തിനെ മനസ്സിലാക്കാനായിക്കൊണ്ട് ആദ്യം മോക്ഷത്തിനെയാണ് മനസ്സിലാക്കുന്നത്. അതിനായിക്കൊണ്ട് ഗജേന്ദ്രന്റെ കഥ, ഗജേന്ദ്രമോക്ഷം എന്ന ആ കഥ അവതരിപ്പിച്ചു. അത് കഴിഞ്ഞ അടുത്തതാണ് കാമം. ആ കാമനകളെ മനസ്സിലാക്കാനായിക്കൊണ്ട് പാലാഴി മഥനം എന്ന കഥ പറഞ്ഞു. അതിനടുത്തതാണ് അർത്ഥം. ആ അർത്ഥത്തിനെ മനസ്സിലാക്കാനായിക്കൊണ്ട് മഹാബലിയുടെ ചരിതം അവിടെ പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം ധർമ്മം എന്താണ് എന്നുള്ളതിനെ മനസ്സിലാക്കാനായിക്കൊണ്ട് ധർമ്മിഷ്ഠനായിട്ടുള്ള സത്യവ്രതന്റെ കഥ. അപ്പോൾ ചതുർഫല പുരുഷാർത്ഥങ്ങളിൽ 4ാമത്തെ സ്കന്ധത്തിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. 8ാമത്തെ സ്കന്ധത്തിൽ മോക്ഷം, കാമം, അർത്ഥം, ധർമ്മം. നേരെ വിപരീതമായിക്കൊണ്ട് 4 കഥകൾ അവിടെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ അടുത്ത സ്കന്ധം 9ാം സ്കന്ധത്തിലേക്കാണ് പോകുന്നത്. 9ാം സ്കന്ധത്തിന്റെ ലക്ഷണം ഈശാനു കഥ. അനു എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക. ഈശാനുകഥ ഈശ്വരനുമായിട്ട് കൂടിച്ചേരുക. ഈശ്വരനുമായിട്ട് കൂടിച്ചേർന്ന ഒരുപാട് സൂര്യവംശ, ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥയാണ് അവിടെ പറയുന്നത്.
എന്തിനാ ഈ കഥ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്നാമത്തെ കാര്യം, പ്രഥമ സ്കന്ധത്തിൽ നമ്മൾ കണ്ടു, കിം കർത്തവ്യം കിം ശ്രോതവ്യം മുതലായിട്ടുള്ള 6 ചോദ്യങ്ങള് പരീക്ഷിത്ത് ശ്രീശുഖനോട് ചോദിക്കണം. അതിന്റെ ഉത്തരമായിട്ടാണ് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ അവസാനമായി ചോദിക്കുന്നത് യദ്വാ വിപര്യം എന്ന് പറയുന്നത്. ആ യദ്വാ വിപര്യം, അതായത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, അതിനെയും കൂടി പറഞ്ഞു തരണം എന്ന ആ ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് നവമസ്കന്ധത്തിലെ ഈ സൂര്യ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളെ പറയുന്നത് എന്ന ആചാര്യന്മാരുടെ അഭിപ്രായം. രണ്ടാമത്തത്, ഗൃഹസ്ഥന്മാരായിരിക്കുന്ന നമ്മൾക്ക് പലതരത്തിലുള്ള വാസനകളിലും ആസക്തരാണ്. പലതിലും ആസക്തി നമുക്കുണ്ട്. വിഷയങ്ങളിൽ, ലൗകിക ഭൗതിക വിഷയങ്ങളിലാണ് നമ്മുടെ ആസക്തിയൊക്കെ. അതുകൊണ്ടാണ് അതിനെ ആസക്തി എന്ന് പറയുന്നത്. എന്താ ആസക്തി എന്ന് പറഞ്ഞാൽ, ആ ശക്തി ഹെ ജാനി ശക്തി, ആ ശക്തി ഹെ ജാനി ശക്തി. ഈ വിഷയങ്ങളൊക്കെ ആ ശക്തിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അലമാതിരി. പക്ഷെ ഇത് നമ്മളിൽ നിന്ന് അത് വിട്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ളതല്ല. ഈ വിഷയവാസനകളെ വിടുക എന്നുള്ളതിനെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. മോക്ഷപ്രാപ്തിക്ക് ഭക്തിയും ജ്ഞാനവും മാത്രം പോരാ, വൈരാഗ്യം വേണം. നമ്മുടെ മനസ്സിൽ സ്വല്പമെങ്കിലും ആ വാസന ആസക്തി ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ട് വരും. ആ വാസനാക്ഷയം അഥവാ മോഹക്ഷയം, മോഹക്ഷയേതി മോക്ഷ. മോഹം ക്ഷയിക്കുമ്പോൾ മാത്രമേ, വാസന ക്ഷയിക്കുമ്പോൾ മാത്രമേ, ആസക്തി പൂർണ്ണമായിട്ട് നശിക്കുമ്പോൾ മാത്രമേ നമുക്ക് വീണ്ടും ഒരു ജന്മം എടുക്കാതിരിക്കാൻ. ഏതുപോലെ നിദശമത്തിലൊക്കെ പോയ ഭഗവാൻ പറയും, വറുത്ത വിത്ത് പോലെ എന്ന്. വറുത്ത വിത്ത് പോലെ. ഈ വാസനകൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നല്ല ചൂടുകാലാണ് അല്ലേ, സമ്മർ സീസൺ. എല്ലാ പുല്ലും കരിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാം, പന്ത് കളിക്കാം. അതേമാതിരി ഗ്രൗണ്ട് ഫുള്ളായിട്ടും മണ്ണായിട്ടും പൊടിയായിട്ടും ഇങ്ങനെ കാണുന്നു. ഒരു 3-4 മാസം ഇങ്ങനെ തന്നെ ഇരിക്കും. ജൂൺ കഴിഞ്ഞ് ജൂലൈയിലെ ഒരു മഴ പെയ്താൽ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഇതിലൊക്കെ ഇങ്ങനെ പച്ച പുല്ലുകൾ ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങും അല്ലേ. അപ്പൊ ഈ പുല്ലിനെ വിത്ത് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് മുളപ്പിക്കുന്നതാണോ? നമ്മുടെ വെണ്ടയ്ക്ക വഴുതനങ്ങ കൃഷി ചെയ്യുന്നമാതിരി കൃഷി ചെയ്യുന്നതാണോ? അല്ല. അപ്പൊ പിന്നെ ഈ പുല്ലുകൾ നമ്മൾ നടുന്നതല്ല, എങ്ങനെയാ മുളയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ വിത്തുകളായി മണ്ണിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. ഈ സമ്മർ സീസണിൽ അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതി, അതായത് മഴ പെയ്തു, അതിന് ജലം വേണം. ഇപ്പൊ ജലമില്ല, മുളയ്ക്കാൻ കഴിയില്ല. അനുകൂലമായിട്ടുള്ള പരിതസ്ഥിതി, അതായത് ആ മഴ കൊണ്ട് പെയ്തു എന്ന് കണ്ടപ്പോ അതിന് വെള്ളം കിട്ടി, ജലാംശം കിട്ടി, ഉദ്ബീജം വിത്തുകളെല്ലാം മുളച്ചു. ആരും നടുന്നില്ല. നമ്മളെ പണ്ടൊക്കെ സ്കൂൾ കൂട്ടുന്നതിന് മുമ്പ് നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കുമ്പോ ആ ജൂണിൽ മഴ തുടങ്ങുമ്പോഴാവും തിരിച്ചു വരിക മുമ്പിലേക്ക്. നോക്കുമ്പോ പോയ മാതിരിയല്ല, എല്ലാ തലത്തും ഇങ്ങനെ പച്ച പിടിച്ച് അല്ലേ കാണുന്നു. നമുക്ക് തന്നെ അത്ഭുതമാവും. അപ്പോ ആ വാസനയ്ക്ക് അനുകൂലമായിട്ടുള്ള പരിസ്ഥിതി വന്നാൽ ആ വാസനകളെല്ലാം മുളയ്ക്കും. ഇപ്പൊ നമ്മുടെ മനസ്സിനകത്തെ വാസന ക്ഷയിച്ചിട്ടില്ല, ഇത്തിരിയെങ്കിലും ഏതെങ്കിലും വാസനാസക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും ജന്മമെടുക്കാം. നമ്മളെ വീണ്ടും അത് പൊട്ടിമുളയ്ക്കും. ആ വാസനകളിലൂടെ നമ്മളെ സത്വരജ തമോ ഗുണങ്ങൾക്ക് അധീനമായിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്തു അത് വീണ്ടും വാസനകളെ ഉണ്ടാക്കും വീണ്ടും. അപ്പൊ ഇത് പുനരഭിജനനം പുനരഭിമരണം ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞ മാതിരി പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ വാസനാക്ഷയം, ഈ വൈരാഗ്യം ഉണ്ടാകണം. ഗൃഹസ്ഥന്മാരായിട്ടുള്ള നമുക്ക് ഭക്തി അല്പസ്വല്പമൊക്കെ ഉണ്ട്. ഭാഗവതത്തിലൊക്കെ നമുക്ക് ഈ ചൂടുണ്ട്, ഇരിക്കാൻ പറ്റുന്നില്ല, ഇത്രയും കഷ്ടമാണ്, കൊറോണ കാലമാണ് ഒക്കെ ആണെങ്കിലും നമ്മളെ വീട് വിട്ട് ഇവിടെ വന്ന് ഇരുന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇല്ലേ. ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോവും, കേൾക്കും. എന്താ കാരണം? നമ്മുടെ ഉള്ളിൽ ആ കൃഷ്ണഭക്തി ഭഗവത് ഭക്തി കുറച്ചൊക്കെ ഉണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ പോകുന്നുണ്ട്. അതേമാതിരി തന്നെ ജ്ഞാനം.
ഈ സത്സംഗങ്ങളിലൊക്കെ പോകുന്നുണ്ട്, കഥകളൊക്കെ കേൾക്കുന്നുണ്ട്, ഭാഗവതമൊക്കെ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് അല്പസ്വല്പം ആത്മജ്ഞാനം, അത് ബോധതലത്തിൽ എത്ര ഉറച്ചിട്ട് അതവിടെ ഇരിക്കട്ടെ, കുറച്ച് നമുക്ക് ആ ജ്ഞാനം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ നമ്മളിൽ തീരെ ഇല്ലാത്ത ഒരു സാധനമാണ് എന്ത്? മൂന്നാമത്തതായിട്ടുള്ള വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ശത്രുതയല്ല കേട്ടോ, അതൊക്കെ മലയാളത്തിലുള്ളത്. സംസ്കൃതത്തിലുള്ള വൈരാഗ്യം വാസനാക്ഷയം, മോക്ഷമില്ല, മോഹക്ഷയം. ഈ വൈരാഗ്യം നമുക്കില്ല. ഇനി അഥവാ ഒരു 1%, 2% ഉണ്ടെങ്കിൽ അത് മരണഭയം കൊണ്ടുള്ള വൈരാഗ്യമാണ്. ഷുഗർ 200, 250 പായസം കഴിക്കില്ല. BP വളരെ അധികമാണ്, ഡബിളാണ്. ഡോക്ടർ പറഞ്ഞു ഹാർട്ടിന് എപ്പോഴാ ട്രബിൾ ഉണ്ടാവുക എന്ന് അറിയില്ല. മരിക്കൂലോ എന്നുള്ള ഭയം കാരണം കുറച്ച് ആഹാരത്തിലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യും, ഇല്ലേ? അതൊക്കെ വാസ്തവത്തിൽ മരണഭയം കാരണം ഉണ്ടാകുന്ന ചെറിയ വൈരാഗ്യം, അതാത് സമയത്ത് ഉണ്ടാകുന്ന ചെറിയ വൈരാഗ്യം. ഒരു രോഗം വന്ന് ഒരു 10 ദിവസം കഞ്ഞി കുടിക്കണം, ഒന്നും കഴിക്കരുതെന്ന് പറഞ്ഞു, അന്ന് അതേമാതിരിയാണ്. സ്ഥിരമായിട്ടുള്ള വൈരാഗ്യമാണെന്ന് ചോദിച്ചാലല്ല, അല്ലേ? സ്ഥിരമായിട്ട് ഒരു ശനിയാഴ്ച ആഹാരം കഴിക്കാതെ ഉപവാസം, വെള്ളിയാഴ്ച ഉപവാസം, വ്യാഴാഴ്ച ഉപവാസം ഇരിക്കുന്നവരുണ്ട്. അന്ന് ഏതെങ്കിലും ഒരു കല്യാണോ പാർട്ടിയോ വന്ന എന്തൊരു കഷ്ടം, നമുക്ക് മനസ്സിന് വേദന അല്ലേ? ഇന്ന് നോക്കി കല്യാണം വെച്ചോ, ഇന്ന് നോക്കി പാർട്ടി വെച്ചോ, അവന് വേറെ ഏതെങ്കിലും ദിവസം പാർട്ടി വെച്ചൂടെ? ഇന്നാണോ ഒന്നും തിന്നാനും കുടിക്കാനും പറ്റാത്ത ഒരു ദിവസം കണ്ട് വെച്ചിരിക്കുന്നു. അപ്പോഴും എന്താ ഒരു കഷ്ടത്തോടു കൂടി നമ്മൾ അതങ്ങനെ തുടരുന്നു എന്നല്ലാതെ മാനസികമായിട്ട് അതിൽ വലിയ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല. അങ്ങനത്തെ വൈരാഗ്യം സമയത്തിനനുസരിച്ച് കുറച്ചൊക്കെ ഉണ്ടെന്ന് പറയാം. ഗൃഹസ്ഥന്മാർക്ക് ഈ വൈരാഗ്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ കഷ്ടമാണ് എന്ന് നമ്മൾ വിചാരിക്കണം. നമ്മളെക്കാൾ ലൗകിക ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിൽ വിഷയതൽപരരായി അത്യാസക്തരായിട്ടിരുന്ന പല സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളൊക്കെയാണ് നമുക്ക് ശ്രീശുകൻ അല്ലെങ്കിൽ വ്യാസൻ ഇവിടെ നവമസ്കന്ധത്തിൽ കാണിച്ചു തരുന്നത്. അവരുടെയൊക്കെ ആസക്തി നോക്കുമ്പോൾ നമുക്കൊന്നും അവരുടെയൊക്കെ ഒരു ഭാഗം പോലും ഇല്ല എന്ന് പറയാം. പക്ഷെ അത്രയും അത്യാസക്തി ഉണ്ടായിട്ടും അവരൊക്കെ ആ അത്യാസക്തിയെ ത്യജിച്ച് ഭഗവാനെ ഭജിച്ച് ഭഗവാനുമായിട്ട് നാരായണന്റെ പാദത്തിൽ ലയിച്ചു ചേർന്ന രാജാക്കന്മാര് ഈശ അനുപദ, ഈശ്വരനായിട്ട് കൂടിച്ചേർന്ന അത്തരത്തിലുള്ള ഗൃഹസ്ഥരായ അത്യാസക്തരായ പല ചന്ദ്രവംശ സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളെയാണ് നമുക്കിതാ ഇവിടെ പറഞ്ഞു കാണിക്കുന്നത്. സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളെ വിസ്തരിച്ച് പറഞ്ഞു തരണമെന്ന് പരീക്ഷത്ത് ചോദിക്കുമ്പോ തന്നെ ശ്രീശുകൻ തൊഴുതുകൊണ്ട് പറയും, നശക്യതേ വിസ്തരോ വക്തും വിസ്തരതോ വക്തും വർഷശതൈരഭി. പരീക്ഷത്തെ അങ്ങക്ക് 7 ദിവസേ ആയുസുള്ളൂ. അതിലിപ്പോ 4ാമത്തെ ദിവസം കഴിയാറായി, ഇനി 3 ദിവസമേ ഉള്ളൂ. 100 വർഷം വർഷശതൈരഭി, 100 വർഷം പറഞ്ഞാലും തീരാത്തതാണ് ഈ സൂര്യവംശ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥ. 3 ദിവസം കൊണ്ട് എങ്ങനെയാ പറയുക? ചില സാമ്പിളുകളെ തൃശ്ശൂർ പൂരത്തിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് എന്നുള്ള ഒരു പരിപാടിയുണ്ട്. അവരെ കത്തിക്കാൻ പോകുന്ന ചൈന അമിട്ട ഒക്കെ ഓരോന്നും ഇങ്ങനെ കത്തിച്ച് കാണിച്ചു തരും സാമ്പിൾ എന്ന മാതിരി കുറച്ച് സാമ്പിൾ കഥ ഇവിടെ ഈ സ്കന്ധത്തിലെ ശ്രീശുഖം പറഞ്ഞിട്ടുണ്ട്. ആ സാമ്പിളിനെ വീണ്ടും വെട്ടിച്ചുരുക്കി ഒരു 10-20% സാമ്പിളായിട്ട് ഞാൻ എടുത്ത് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുക, ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അത്രയും കാരണം ഒരു ട്രെയിനിന്റെ അൺറിസർവ്ഡ് ബോഗിയാണ് 9th സ്കന്ധം എന്നാ പറയുക ആചാര്യന്മാര്. മറ്റെവിടെയും പറയാത്ത കഥകളും കഥാപാത്രങ്ങളെ ഒക്കെ ശ്രീശുഖൻ ഇവിടെ കൊണ്ടുവന്ന് എല്ലാം ഡബ് ചെയ്തിരിക്കുക. ഈ 2 വരി 4 വരി ശ്ലോകങ്ങളിലൊക്കെ ഓരോരോ കഥയുണ്ടാവും. കഥ പറയണമെന്നുണ്ടെങ്കിൽ 4 വരി ശ്ലോകത്തിന്റെ കഥ പറയാൻ 1 മണിക്കൂർ എടുക്കും. പക്ഷെ ഒരു കഥയാണ്, അങ്ങനെയാ പറഞ്ഞു പോകും. വളരെ രസമായിട്ട്
ഉള്ള കഥകളാണ്. കേൾക്കാത്ത പല കഥകളും കേൾക്കേണ്ട കഥകളാണ്. കാരണം സാധാരണ കഥകൾ കേട്ടത് കൊണ്ട് അത്ര വലിയ ഇതുണ്ടാവില്ല. ഇതൊക്കെ കേൾക്കാത്ത കഥകളൊക്കെ ആവുന്ന രസം മറ്റേ പറയാൻ സമയത്ത് എന്ത് ചെയ്യാം. ആദ്യമായിട്ട് സൂര്യവംശ രാജാക്കന്മാരുടെ കഥകളെയാണ് 13 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നത്. അതിനുശേഷം 11 അധ്യായങ്ങളെ കൊണ്ട് ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളെ പറയുന്നു. സൂര്യവംശ കഥ തുടങ്ങുന്നത് അതിഥി കശ്യപ പുത്രനായിട്ടുള്ള 12 ആദിത്യന്മാരിൽ ഒരാളായ വിവസ്വാനിൽ കൂടിയാണ്. വിവസ്വാൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് അർത്ഥം. അതിഥിയുടെയും കശ്യപന്റെയും പുത്രനാണ് വിവസ്വാൻ. 12 ആദിത്യന്മാരിൽ ഒരാളാണ്. ആ വിവസ്വാനിൽ കൂടിയാണ് കഥ തുടങ്ങുന്നത്. ആ വിവസ്വാന്റെ പുത്രനാണ് ശ്രാദ്ധദേവൻ. ആരായി ശ്രാദ്ധദേവൻ? നമ്മൾ കഥ കേട്ട് പോകണല്ലേ. ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. മത്സ്യാവതാരം കഴിഞ്ഞ സമയത്ത് അടുത്ത വൈവസ്വത വന്വന്തരത്തില് അങ്ങായിരിക്കും മനു എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു സത്യവ്രതനെ, അല്ലെ? ആ സത്യവ്രതനാണ് വിവസ്വാന്റെ പുത്രനായിട്ട് ഇപ്പോൾ മനുവായിട്ട് ശ്രാദ്ധദേവനായിട്ട് ജനിച്ചിരിക്കുന്നത്. ശ്രാദ്ധദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് അദ്ദേഹത്തിന് വൈവസ്വതൻ എന്ന് പറയും. വസുദേവന്റെ പുത്രനെ നമ്മളെ വാസുദേവൻ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? വസുദേവപുത്രനെ വാസുദേവൻ എന്ന മാതിരി വിവസ്വാന്റെ പുത്രൻ വൈവസ്വതൻ. പേര് ശ്രാദ്ധദേവൻ. അദ്ദേഹത്തിന്റെ വംശത്തിനെയാണ് വിവരിച്ചു കൊണ്ടുവരുന്നത് സൂര്യവംശത്തില്. ഈ ശ്രാദ്ധദേവൻ ശ്രദ്ധാദേവിയെ വിവാഹം കഴിച്ചു. ഒരുപാട് കാലമായിട്ടും അവർക്ക് ഉണ്ണികളൊന്നും ഉണ്ടായില്ല. അവസാനം കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെ വിളിച്ചു. സൂര്യവംശത്തിന്റെ കുലഗുരുവാണ് വസിഷ്ഠര്. അതുകൊണ്ടാണ് ശ്രീരാമസ്വാമിയുടെ ഒക്കെ ഗുരു വസിഷ്ഠരാണ്. വസിഷ്ഠരോട് പറഞ്ഞു, ഒരു പുത്രനെ സങ്കല്പിച്ച് ഒരു യാഗം നടത്തണം, അല്ല ഒരു ഉണ്ണിയെ സങ്കല്പിച്ച് ഒരു യാഗം നടത്തണം, ഒരു കുട്ടി വേണം എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ എന്ന് വസിഷ്ഠരും പറഞ്ഞു. യാഗം വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ശ്രദ്ധാദേവി പോയിട്ട് വസിഷ്ഠരോട് പറഞ്ഞത്, ഒരു പെൺകുട്ടിയാണ് കേട്ടോ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ വസിഷ്ഠർ വിചാരിച്ചു, ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ആലോചിച്ചല്ലേ തീരുമാനിക്കുക. പെൺകുട്ടി വേണമെന്ന് തീരുമാനിച്ചത് രണ്ടുപേരുടെയും അഭിപ്രായമാവും. ശരി എന്ന് പറഞ്ഞിട്ട് ഋത്വിക്കുകളോട് പറഞ്ഞു, ഒരു പെൺകുട്ടി ജനിക്കാനുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് യാഗം ചെയ്യാം എന്ന് പറഞ്ഞു. അതനുസരിച്ച് അവർ വേദമന്ത്രങ്ങൾ ജപിച്ചു. അന്ന് അവർക്ക് അതിനൊക്കെ സിദ്ധി ഉണ്ടായിരുന്നു. അത് പ്രകാരം ശ്രദ്ധാദേവി ഗർഭിണിയായി ഒരു പുത്രിയെ പ്രസവിച്ചു, പെൺകുട്ടിയെ പ്രസവിച്ചു. ആ പെൺകുട്ടിയുടെ പേരാണ് ഇള. ഈ കഥ വളരെ 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 ശ്രദ്ധയോടുകൂടി കേൾക്കണം. ശ്രദ്ധയോടുകൂടി കേട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീണ്ടും കേട്ടാലേ എന്താന്ന് വല്ലതും പിടികിട്ടുള്ളൂ. 10 പ്രാവശ്യം കേട്ടാലും ഇത് ബുദ്ധിയിലേക്ക് കയറില്ല. പെട്ടെന്ന് ആ കുട്ടിക്ക് ഇള എന്ന് പേരിട്ടു. പെൺകുട്ടിയാ ജനിച്ചത് എന്ന് കണ്ടപ്പോ ശ്രാദ്ധദേവന് വൈവസ്വതന് ദേഷ്യം വന്നു. വസിഷ്ഠരുടെ അടുത്ത് പോയി, എന്താ നിങ്ങളുടെ മന്ത്രങ്ങൾക്കൊന്നും ഇപ്പൊ ബലമില്ലാതെയായോ എന്ന് ചോദിച്ചു. വസിഷ്ഠ ചോദിച്ചു, എന്താ ഉണ്ണി പറഞ്ഞില്ലേ? ഏയ് അതല്ല, പെൺകുട്ടിയാണല്ലോ ജനിച്ചത്, ഞാൻ പുത്രനാണ് വേണമെന്ന് വിചാരിച്ചിരുന്നത്. അങ്ങ് മനസ്സിൽ വിചാരിച്ചാൽ പറ്റുമോ? ഞങ്ങളോട് പറയണ്ടേ? ഞങ്ങളോട് അങ്ങയുടെ ഭാര്യ വന്ന് പറഞ്ഞത് പുത്രി വേണമെന്നാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് ആ പുത്രി വേണമെന്ന്. അതിനുള്ള മന്ത്രം ലഭിച്ചു, പുത്രി ജനിച്ചു. മന്ത്രത്തിനൊന്നും യാതൊരു ദോഷവും ഉണ്ടായില്ല, ഞങ്ങളോട് പറഞ്ഞില്ല. എനിക്ക് പുത്രനാണുള്ളത്, പുത്രിയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? രാജ്യഭരണമൊക്കെ പുത്രി ഏൽപ്പിക്കാൻ പറ്റുമോ? പുത്രൻ വേണ്ടേ? എന്നായി ശരി, ഏതായാലും ബഹളം വെക്കേണ്ടാണ്, ഒരു കാര്യം ചെയ്യൂ, ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു വസിഷ്ഠര്. ആ പെൺകുട്ടിയെ ഇളയെ കൂട്ടിക്കൊണ്ടുവന്നു, തന്റെ മടിയിൽ വെച്ചു, എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു. വസിഷ്ഠര് ഇതാ കൈ കൊടുത്തു രാജാവിന്റെ, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. രാജാവ് നോക്കിയപ്പോ ഇപ്പൊ പുത്രനാ ആ കുട്ടി. പുത്രി പുത്രനായി, പെൺകുട്ടി ആൺകുട്ടിയായി. രാജാവിന് സന്തോഷമായി. സുദ്യുമ്നൻ എന്ന് ആ കുട്ടിക്ക് പേരിട്ടു. ആൺകുട്ടിക്ക് സുദ്യുമ്നൻ എന്ന് പറഞ്ഞ് പേരിട്ടു. ആ കുട്ടി വളർന്നു വലുതായി.
യുവരാജാവൊക്കെയായി. അപ്പോ നായാട്ടിന് പോവുക, അതൊക്കെ പതിവുണ്ട് രാജാക്കന്മാര്. അങ്ങനെ വനത്തിന് നായാട്ടിന് വേണ്ടി പോയി സുദ്യുമ്നൻ. അങ്ങനെ പോയി നോക്കുന്ന സമയത്ത് ഇളാവൃതം എന്ന് പറഞ്ഞ ഒരു സ്ഥലം, ഇന്നലെ ഭൂഗോള വർണ്ണന പറഞ്ഞപ്പോ പറഞ്ഞു ഇളാവൃതം. ആ ഇളാവൃതത്തിന്റെ ഒരു ഭാഗത്ത് നല്ല പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ട് പോവാന്ന് തോന്നി. തൻ്റെ രഥം, കുതിരകളെ പൂട്ടിയിരിക്കുന്ന രഥം കൊണ്ട് ഇളാവൃതത്തിന്റെ ഈ ഭാഗത്തിലേക്ക് കടന്നു. കടന്നിട്ട് അകത്ത് കടന്ന് നോക്കുന്ന സമയത്ത് ശരീരമൊക്കെ മാറിയിരിക്കുന്നു, പെണ്ണായിരിക്കുന്നു. ആദ്യം പെണ്ണായിട്ടാ ജനിച്ച്, പിന്നെ വസിഷ്ഠൻ ആണാക്കി. ഇതായിപ്പോ ഇതിനകത്ത് കിടന്നപ്പോ വീണ്ടും പെണ്ണായി. ഇദ്ദേഹം മാത്രമല്ല അത്രേ, ആ രഥത്തിൽ പൂട്ടിയിരുന്ന ആൺകുതിരകളൊക്കെ പെണ്ണായി, എല്ലാം പെണ്ണായി. പുറത്തു വരാൻ നിവർത്തിയില്ല. പരീക്ഷിച്ച് ചോദിച്ചു ഇതെങ്ങനെയാ സംഭവിച്ചതെന്ന്. പണ്ട് കൈലാസത്തിൽ ഇരുന്ന ഒരു ദിവസം പോലും പാർവതി ദേവിക്ക് മഹാദേവനുമായിട്ട് സംസാരിക്കാൻ സമയം കിട്ടില്ല. ഒരു ഋഷി പോയാൽ വേറൊരു ഋഷി, വേറൊരു ഋഷി പോയാൽ വേറൊരുത്തര്, അല്ലെങ്കിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ വരും. എപ്പോഴും മഹാദേവൻ 24 hours ഇവരുടെ പിന്നില്ല. അപ്പം പറഞ്ഞു ഇതൊന്ന് വിട്ട് എവിടെയെങ്കിലും, ഇപ്പൊ നമ്മൾ പറയാറില്ല ഒന്ന് ഊട്ടിക്ക് പോണ്ടേ, ഒന്ന് കൊടൈക്കനാലിൽ പോവാ, ഒരു 10 ദിവസം എന്നും വെപ്പും മൂടും എന്ന മാതിരി പാർവതി ദേവി പറഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞിട്ട് വന്നതാ ഇവിടേക്ക്. ഇവിടെ വന്ന അവരാ ആ ഹണിമൂണൊക്കെ അവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണത്രേ ആകാശമാർഗം പോയ ഋഷികളെ, അവർക്കൊക്കെ കണ്ണു കാണുമല്ലോ, നോക്കുമ്പോ മഹാദേവനും പാർവതിയും ഇവിടെ ഇരിക്കണം. ഉടനെ അവര് താഴത്തിറങ്ങി വന്ന പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ? മഹാദേവനായിട്ട് സംസാരിച്ചു, കുറെ നേരം ഇരുന്നു, ആത്മോപദേശമൊക്കെ തേടിപ്പോയി. പാർവതി ദേവിക്ക് കുറച്ച് ലജ്ജയൊക്കെ ഉണ്ടായി. പാർവതി ദേവി പറഞ്ഞു എവിടെ പോയാലും മനുഷ്യന് നിങ്ങളെ വിടുന്നില്ലല്ലോ, ഇവിടെ വന്നിട്ടും വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു സൗന്ദര്യ പിണക്കൊക്കെ ഉണ്ടായി. അപ്പോ ഭഗവാൻ വിചാരിച്ചു ആ പിണക്കൊക്കെ ഒന്ന് തീർക്കാൻ ദേവിയുടെ എന്ന് പറഞ്ഞൊരു വരം കൊടുത്തു. ഇനി ഈ മണ്ണിലേക്ക് ആരെങ്കിലും കാല് ചവിട്ടിയ ആണുങ്ങള് അവരപ്പം പെണ്ണാവും എന്നൊരു വരം കൊടുത്തു. പാർവതി ദേവിക്ക് തൃപ്തിയായി. ഇനിയിപ്പോ ഋഷികളൊന്നും വരില്ലല്ലോ, കാല് ചവിട്ടിയ അവര് പെണ്ണായി പോകും, പേടിച്ചിട്ട് വരില്ല. അതാണ് ഈ സ്ഥലം. അവിടേക്കാണ് ഈ കഥയൊന്നും അറിയാത്ത സുദ്യുമ്നൻ കടന്നു പോയത്. അതുകൊണ്ട് ഇപ്പൊ സുദ്യുമ്നൻ എന്തായി? മഹാദേവൻ പാർവതിക്ക് കൊടുത്ത വരത്തിന്റെ ഫലമായിട്ട് അവൻ പെണ്ണായിപ്പോയി. കൊട്ടാരത്തുനിന്ന് വരുമ്പോ നല്ല ആണിന്റെ വേഷ. ഇപ്പൊ ഈ പെണ്ണിന്റെ വേഷം കെട്ടി കൊട്ടാരത്തിൽ പോകാൻ പറ്റുമോ? നാണക്കേട്, ആൾക്കാരെ കാണിക്കാൻ പറ്റില്ല മുഖം. അവിടെ തന്നെ ഇരുന്നു. നായാട്ടിന് പോയിട്ടുള്ള സുദ്യുമ്നൻ മടങ്ങി വന്നില്ല എന്ന് കണ്ടപ്പോ വസിഷ്ഠരെ ജ്ഞാനം കൊണ്ടൊന്ന് നോക്കി ഇവൻ എവിടെയാന്ന്. നോക്കുമ്പോ ഇവൻ പെണ്ണായിട്ട് ഇവിടെ കിടന്ന് കളിക്കുക, ഇതിനകത്തിരിക്കുക, വരാൻ പറ്റാതെ. ഉടനെ ഇവിടെ വന്നപ്പോ ഓ അങ്ങയാ കാത്തിരിക്കുന്നു, വരൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരില്ല, നീ ഇങ്ങോട്ട് വേണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു വസിഷ്ഠരെ. സംഗതി മഹാദേവന്റെ ജാപ, ഞാൻ കണ്ടാ ഞാനും തന്റെ വാക്കേട്ടത്ത് കൂടും, ഇങ്ങോട്ട് വന്നോന്ന് പറഞ്ഞു. പുറത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ഇന്ന കാര്യങ്ങളാണ്, ഇതിന് മഹാദേവൻ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും, നമുക്ക് മഹാദേവനെ ഭജിക്കാം എന്ന് പറഞ്ഞ് വസിഷ്ഠരിയിരുന്നു. മഹാദേവനെ ഭജിച്ചു. മഹാദേവൻ പ്രത്യക്ഷനായി. മഹാദേവനോട് സങ്കടങ്ങളൊക്കെ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇവനെ വീണ്ടും ആണാക്കി കൊടുക്കണം. രാജാവ് ഒരുപാട് കഷ്ടപ്പെട്ട്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരിക്കലും പെണ്ണെന്ന് ആണാക്കിയതാണ്. വീണ്ടും ഇതാ അങ്ങനെ കാരണം പെണ്ണായി, ഒന്ന് ആണാക്കണം എന്നൊക്കെ പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു ഞാൻ പാർവതിക്ക് കൊടുത്ത വരാം, അതിപ്പോ ഞാനിത് തെറ്റിച്ചു എന്ന് പറഞ്ഞാൽ ദേവിക്ക് ദേഷ്യം വരും. പക്ഷെ വസിഷ്ഠൻ ഭ്രാതാവും കൂടിയാണ്. ബ്രഹ്മപുത്രന്മാരാണല്ലോ ഇവരൊക്കെ, ശിവനും വസിഷ്ഠനും. അപ്പോ അങ്ങ് പറഞ്ഞാൽ കേൾക്കാതിരിക്കാനും വയ്യ, സഹോദരനാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു തൽക്കാലം ഒരു എഗ്രിമെന്റില്, ഒരു അറേഞ്ച്മെന്റിൽ പോട്ടെ കാര്യം. 1 മാസം പെണ്ണായിരിക്കും, 1 മാസം ആണായിരിക്കും, അങ്ങനെയുള്ള ഒരു അറേഞ്ച്മെന്റിൽ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. തൽക്കാലം സമ്മതിച്ചു. അത് പ്രകാരം വീണ്ടും സുദ്യുമ്നൻ ആണായി കൊട്ടാരത്തിൽ വന്നു. അത് പിന്നെ 1 മാസം കൊട്ടാരത്തിലിരിക്കും. ഇത് ആ 1 മാസമായ ആവാറായി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം കക്ഷിയെ കാണില്ല, വനത്തിലേക്ക് പോകും. കാരണം പെണ്ണാവൂലോ. ആ 1 മാസം പെണ്ണായിരിക്കുമ്പോൾ അവിടെ അങ്ങനെ കിടന്ന് കറങ്ങും. അത് കഴിഞ്ഞ് അങ്ങോട്ട് വരും. പിന്നെ ആണായ, പിന്നെ പെണ്ണായ ആദ്യം പോകും. ഇതൊക്കെ ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധൻ മോളിൽ നിന്ന് കണ്ടു.
ഓരോ മാസം ആൾട്ടർനേറ്റീവായിട്ട് ഇവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്, നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, കൂടെ ആരുമില്ല. ഒരു മാസം അവളിങ്ങനെ കറങ്ങും, പിന്നെ പോകും. ഏതാ കക്ഷി എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാന്ന് പറഞ്ഞിട്ട് ബുധൻ താഴത്തേക്ക് വരും. വന്നിട്ട് അവളോട് ചോദിക്കും, ആരാ നീ, എന്താ ഇങ്ങനെ കറങ്ങണതെന്നൊക്കെ ചോദിക്കുമ്പോൾ, ആരുമില്ലേ, കല്യാണം കഴിച്ചതാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവളെ തലയൊക്കെ താഴ്ത്തി നോന്ന് കാലിൻ്റെ വിരൽ കൊണ്ട് എഴുതും. അപ്പോൾ പ്രപ്പോസ് ചെയ്യും. അവളും സ്വീകരിക്കും. കാരണം ഇപ്പോൾ ഒരു മാസം ഇവിടെ കാട്ടിൽ തനിച്ച് കഴിയുന്നതിൽ നല്ലല്ലോ ഒരു കൂട്ടിനൊരാളുണ്ടായില്ല. അങ്ങനെ ആ ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധൻ ശ്രാദ്ധദേവന്റെ പുത്രിയായിട്ടുള്ള ഇളയെ വിവാഹം കഴിക്കും. ഇതെന്തിനാ ഈ കഥ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കഥ കേട്ട് ചിരിക്കാനും രസിക്കാനും അല്ല. ചന്ദ്രവംശ സൂര്യവംശം രണ്ടും എങ്ങനെയാണ് യോജിച്ചത് എന്ന് അറിയാൻ വേണ്ടി കഥ പറഞ്ഞതാണ്. ചന്ദ്രവംശത്തിലെ ചന്ദ്രന്റെ മകനായിട്ടുള്ള ബുധൻ സൂര്യവംശത്തിലെ ശ്രാദ്ധദേവന്റെ മകളായിട്ടുള്ള ഇളയെ വിവാഹം കഴിച്ച് അവർക്ക് ഒരു പുത്രൻ ജനിക്കും. ആ പുത്രന്റെ പേരാണ് പുരൂരവസ്. അപ്പൊ ഈ ചന്ദ്രവംശം സൂര്യവംശം എന്ന് പറയുന്നത് രണ്ടും കൂടിയിട്ടുള്ളതാണ് എന്ന് പറയാം. അങ്ങനെ ആ കഥ പറഞ്ഞു. കുറെ കാലം ഇങ്ങനെയൊക്കെ ജീവിച്ച സുദ്യുമ്നനെ മടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ നാട്ടുകാർക്കൊക്കെ അറിഞ്ഞു ഇയാൾ ഒരു മാസം ആണും ഒരു മാസം പെണ്ണാണെന്ന്. ഇതൊന്നും കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു ദിവസം കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വനത്തിലേക്ക് പോയി ഭഗവാനെ ഭജിച്ച് ഭഗവാനിലേക്ക് എത്തി. അവിടെ ആ വൈരാഗ്യം വന്നു സുദ്യുമ്നന്. ഒരു മാസം ആണായിട്ട് ജീവിക്കുക, ഒരു മാസം പെണ്ണായിട്ട്. ആദ്യമൊക്കെ നന്നായിരുന്നു. പക്ഷെ കുറെ പോകും തോറും ആ മനസ്സിൽ ഇനി ജീവിക്കണ്ട എനിക്ക് എന്നുള്ള വൈരാഗ്യം. അതാണ് ആ വൈരാഗ്യം. മനസ്സിലായി? ഭഗവാനെ ഭരിച്ച് ഭഗവാനിലേക്ക് എത്തി എന്നുള്ള കഥ. അത് കഴിഞ്ഞപ്പോഴാണ് ശ്രാദ്ധദേവനെ വീണ്ടും ഭഗവാനെ ഭജിച്ചു. ആകെ തന്ന ഒരു ഉണ്ണി ആണുമല്ല പെണ്ണുമല്ല എന്നായി. ഇതപ്പോ അവൻ മോക്ഷം തേടി പോയും കഴിഞ്ഞു. ഇനിയിപ്പോ ആരാളുള്ളതെന്നായി. ഭഗവാനെ ഭജിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് 10 പുത്രന്മാർ വീണ്ടും ജനിച്ചു ഭഗവാന്റെ അനുഗ്രഹത്തിൽ എന്നാ പറയുന്നത്. ശ്രാദ്ധദേവൻ ഇതിൽ 9 പുത്രന്മാര് ഔരസപുത്രന്മാരായിരുന്നു. ഔരസപുത്രൻ എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ കൂടി ഭാര്യ ഗർഭം ധരിച്ച് ജനിക്കുന്ന പുത്രന്മാര് 9 പേര്. അവരുടെ പേരൊക്കെ ഇവിടെ പറയുന്നത് ഇക്ഷ്വാകു, നൃഗൻ, ശര്യാദി, ദുഷ്ടൻ, ദൃഷ്ടൻ, കരുഷൻ, നരീഷന്ധൻ, പൃഷദ്രഥൻ, നഭകൻ, കവി. ഇവരാണ് 10 പുത്രന്മാർ. ഇതിൽ ഇക്ഷ്വാകു ഒഴിച്ച ബാക്കി എല്ലാവരും ഔരസപുത്രന്മാരാണ്. അപ്പൊ ഇക്ഷ്വാകു എങ്ങനെയാ ജനിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ശ്രാദ്ധദേവൻ ഇരിക്കുമ്പോ അദ്ദേഹത്തിന് കലശലായിട്ടൊരു തുമ്മല് വന്നു. ഛീ എന്നും പറഞ്ഞൊരു തുമ്മി. ബ്രഹ്മാവിന്റെ നാസികയിൽ നിന്നും ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചത് മാതിരി ഇതാ ഒരു പുത്രൻ ജനിച്ചു എന്നാ പറയണത്. ആ തുമ്മലില് ഇക്ഷ്വ എന്ന് പറഞ്ഞാൽ തുമ്മ എന്നാണ് അർത്ഥം സംസ്കൃതത്തില്. ആ തുമ്മലിൽ കൂടി ജനിച്ച പുത്രനായതുകൊണ്ട് ഇക്ഷ്വാകു എന്ന് പറഞ്ഞു. ഈ ഇക്ഷ്വാകുവിന്റെ വംശത്തിലാണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അവതാരം വരുന്നത്. ഇക്ഷ്വാകു വംശജനാണ് അദ്ദേഹം. ഈ 10 പുത്രന്മാരുടെ കഥയാണ് സൂര്യവംശത്തിൽ ഇനി അവരുടെ ആ കഥകള ഓരോരോ പുത്രന്റെ കഥകള ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പേരുകൾ പറഞ്ഞതിന്റെ അതേമാതിരിയൊന്നുമല്ല പറഞ്ഞു പോകുന്നത്. സന്ദർഭാനുസരണം, ചോദ്യങ്ങൾക്ക് അനുസരണം ഒക്കെയാണ് ഓരോരോ കഥകൾ പറഞ്ഞു പോകുന്നത്. എല്ലാ കഥകളും എല്ലാം പറയാനുള്ള സമയം നമുക്കിവിടെ തീരില്ലാത്തത് കാരണം കൊണ്ട് ചിലതൊക്കെ നമുക്ക് ശ്രമിച്ചു കൊണ്ടുപോകാം. ശര്യാദിയുടെ കഥ സുകന്യ ചരിതം എന്നും പറയും, ശര്യാദി ചരിതം എന്ന് പറയും. ഈ 10 പുത്രരിൽ ഒരാളാണ് ശര്യാദി, ശ്രാദ്ധദേവന്റെ. ആ ശര്യാദിയുടെ കഥ പറയാം. അദ്ദേഹത്തിന്റെ പുത്രിയാണ് സുകന്യ. ഒരിക്കലും ശര്യാദി കാട്ടിൽ വേട്ടയാടാൻ പോകുന്ന സമയത്ത് സുകന്യ പുത്രിയും കൂടെ വരണം എന്ന് പറഞ്ഞ് ക്ഷണിച്ചു. അവളെയും തോഴിമാരെയും കൂട്ടി രാജാവ് കാട്ടിലേക്ക് പോയി. രാജാവും മറ്റുള്ളവരും വേട്ടയാടുന്ന സമയത്ത് ഈ കുട്ടി സുകന്യ തോഴിമാരുമൊത്ത് കളിച്ചു നടക്കുമ്പോൾ ഒരു പുറ്റ് കണ്ടു, മൺപുറ്റ്. അതിൽ 2 ദ്വാരത്തിൽ നിന്ന്
ജ്യോതിസ് മാതിരിയുള്ള വെളിച്ചം വരുന്നത് കണ്ടപ്പോൾ എന്താണെന്നറിയാൻ ഒരു മുള്ളെടുത്ത് ആ രണ്ട് തുളയിലും കുത്തി. പുത്രന്റെ താമസം അതിൽ നിന്നും ചോര ഒഴുകി വരാൻ തുടങ്ങി. രക്തം കണ്ടപ്പോൾ പേടിച്ച് തിരിച്ചു വന്നു. നായാട്ടെല്ലാം കഴിഞ്ഞ് ഇവര് തിരിച്ച് കൊട്ടാരത്തിൽ വന്നപ്പോൾ ആരൊക്കെയാണോ ആ കാട്ടില് രാജാവും രാജാവിന്റെ കൂടെയും പോയത് അവർക്കെല്ലാം മലമൂത്രം വിസർജനം ചെയ്യാൻ പറ്റാതെ വയറ്റിൽ സ്തംഭനമുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ രാജാവിന് മനസ്സിലായി അങ്ങോട്ട് പോകാത്തവരാർക്കും ഒരു കുഴപ്പമില്ല, പോയവർക്കൊക്കെ ഈ കുഴപ്പമുണ്ട്, എന്തോ അവിടെ അപാകത നടന്നിട്ടുണ്ട്. എല്ലാവരെയും വിളിച്ചു ചോദിച്ചു. അവസാനം മകള് പറഞ്ഞു, സുകന്യ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉടനെ രാജാവിന് മനസ്സിലായി എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടായെന്ന് പറഞ്ഞ് മകളെയും കൂട്ടി വീണ്ടും അതേ സ്ഥലത്തിലേക്ക് വരുന്നു. നോക്കുമ്പോൾ അത് ചവന മഹർഷിയുടെ ആശ്രമമാണ്. ചവന മഹർഷി എത്രയോ സംവത്സരങ്ങളായി അവിടെ ഇരുന്ന് തപസ് ചെയ്യാണ് അദ്ദേഹം. ആ തപസ് ചെയ്യുന്ന ചവന മഹർഷിയുടെ കണ്ണിൽ നിന്നും വരുന്നതായിട്ടുള്ള ദിവ്യമായിട്ടുള്ള പ്രകാശമാണ് ഇവള് കണ്ടത്. അതിനെയാണ് ഇപ്പൊ ഇവിടെ കുത്തിയത്. അദ്ദേഹത്തിന്റെ കണ്ണ് പൊട്ടിപ്പോയി പാവം. എന്തായാലും ചവന മഹർഷിയെ നമസ്കരിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അറിയാതെ പറ്റിയതാണ്, അതുകൊണ്ട് ക്ഷമിക്കരുത്, ക്ഷമിക്കണമെന്ന് പാദനമസ്കാരം ചെയ്തു. ചവന മഹർഷി പറഞ്ഞു, വിരോധമില്ല, പക്ഷേ ഈ കാട്ടില് രണ്ട് കണ്ണും കാണാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുക? അങ്ങയുടെ മകളെ കല്യാണം കഴിച്ചതാണോ ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കല്യാണം കഴിച്ചു തരും, അവൾ എന്നെ ശുശ്രൂഷ ചെയ്ത് കാട്ടിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ശരിയാനിക്കാതെ അങ്ങോട്ട് സഹിക്കില്ല. കാരണം ഇദ്ദേഹം കിഴവനാണ്, എത്രയോ സംവത്സരങ്ങളായി തപസ് ചെയ്ത് ശരീരമൊക്കെ കണ്ടാൽ തന്നെ താടിയും തടിയും ഒക്കെ ആയിട്ട്. തന്റെ കുട്ടിയാണെങ്കിലോ രാജധാനിയിൽ വളർന്ന ചെറിയ പെണ്ണ്, എന്താ ചെയ്യാ? കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഋഷി ശപിക്കും. അവസാനം സുകന്യ പറഞ്ഞു, എന്റെ കാരണം കൊണ്ട് ഋഷിശാപം കുലത്തിനെടുക്കണ്ട അച്ഛൻ, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ ശവനന് തന്റെ മകളെ സുകന്യയെ ശരിയാക്കി വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് തിരിച്ചു പോകും. അവരുടെ ദാമ്പത്യ ജീവിതം, അദ്ദേഹം തപസ്സും കാര്യങ്ങളുമായിട്ട് സുകന്യ അദ്ദേഹത്തിനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ദേവന്മാരുടെ വൈദ്യന്മാരായിട്ടുള്ള അശ്വിനി കുമാരന്മാര് ആ വഴിക്ക് വരാനിടയായത്. ഇവരുടെ ദാമ്പത്യം കണ്ടപ്പോൾ അവർക്കും കരുണ തോന്നി. അവർക്കും ഒരു കാര്യമുണ്ട്. അവര് ചവനന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഏതായാലും അങ്ങയുടെ ഭാര്യ യവനസ്ഥയാണ്, അങ്ങത ഇത്രയും വൃദ്ധനായി കണ്ണുപൊട്ടനായിട്ടിരിക്കുന്നു. ഞങ്ങൾ അശ്വിനി കുമാരന്മാര് ദേവന്മാരുടെ കൂട്ടത്തിലുള്ളവരാണ്. ഞങ്ങള് അങ്ങക്ക് കാഴ്ചശക്തി ഉണ്ടാക്കി തരാം. മാത്രമല്ല അങ്ങയുടെ ഈ വൃദ്ധാവസ്ഥയൊക്കെ മാറ്റി നല്ല യൗവനാവസ്ഥയാക്കി തരാം. പക്ഷെ ഞങ്ങളുടെ ഒരു കാര്യം അങ്ങ് ചെയ്തു തരണം. എന്താ വെച്ചപ്പോ വൈദ്യന്മാരാണ് ഞങ്ങളെ എന്ന കാരണം കൊണ്ട് യജ്ഞയാഗ ഹോമാദികളിലൊന്നും ഇന്ദ്രൻ ഞങ്ങൾക്ക് ഭാഗം തരുന്നില്ല, സോമം ഞങ്ങൾക്ക് തരുന്നില്ല ഭാഗം. അപ്പൊ അങ്ങ് ഞങ്ങൾക്ക് ആ ഭാഗം നേടിത്തരണം ഇതിന്റെ ഫലമായിട്ട്. ഓ ശരിയാവാം എന്ന് ചവനൻ പറഞ്ഞു. അതനുസരിച്ച് ചവനനെയും കുട്ടി രണ്ടുപേരും കൂടി കൈ പിടിച്ച് അവിടെ അടുത്തുണ്ടായിരുന്ന അവര് തന്നെ നിർമ്മിച്ച ഔഷധങ്ങൾ ഇട്ട ഒരു തടാകത്തിൽ പോയി 3 പേരും കൂടി മുങ്ങി. മുങ്ങി എണീറ്റ സമയത്ത് ചവനൻ നല്ല യൗവനസ്ഥനായിരിക്കുന്നു. പക്ഷെ അതിന്റെ കൂടെ വേറൊന്ന് സംഭവിച്ചു. ഇപ്പൊ ഈ 3 പേരും നോക്കാൻ ഒരേ മാതിരിയാ. സുകന്യ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോക്കോ എന്ന്. സുകന്യക്ക് ആരാ ഭർത്താവ് എന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഭാഗവതത്തിൽ പറയണത് സുകന്യ അശ്വിനി കുമാരന്മാരെ നമസ്കരിച്ചു എന്നും എന്നെ പരീക്ഷിക്കരുത്, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. പതിവ്രതയായിട്ടുള്ള അവളുടെ ആ പാതിവൃത്യത്തിൽ സന്തോഷിച്ച അശ്വിനി കുമാരന്മാരെ ഭർത്താവിനെ ഒറിജിനൽ ചവനനെ അയച്ചു കൊടുത്തു എന്നുമൊക്കെയാണ് ഭാഗവതത്തിൽ. മറ്റു ചില പുരാണങ്ങളിൽ പറയണു, സൂര്യഭഗവാനെ അവള് സ്തുതിച്ചു എന്നും സൂര്യഭഗവാന്റെ പ്രേരണ കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു ദേവന്മാര് ഭൂമിയില് കാല് പതിപ്പിക്കില്ല, അവര് ഭൂമി തൊടില്ല. അപ്പോ ഇവിടെ നോക്കിയ സമയത്ത് അശ്വിനി കുമാരന്മാര് ദേവന്മാരാണല്ലോ, അവര് ഭൂമി തൊട്ടിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ തന്റെ ഭർത്താവ് ഭൂമി തൊട്ട് നിൽക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കി അങ്ങനെ ആ ചവന ഋഷിയെ സ്വീകരിച്ചു എന്ന് മറ്റു ചില പുരാണങ്ങളിൽ പറഞ്ഞു. എന്താവട്ടെ, ചവന ഋഷിയെ സ്വീകരിച്ചു. അശ്വിനി കുമാരന്മാര് തിരിച്ചുപോയി. യഥാസമയം ഞാൻ എൻ്റെ വാക്ക് നിറവേറ്റിക്കൊള്ളാമെന്ന് ചവന മഹർഷി പറഞ്ഞു.
അങ്ങനെ ഇരിക്കുമ്പോൾ പുത്രിയെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ശരിയായ ഋഷി ഒരു യാഗവും നടത്തണം. അപ്പൊ ചവന ഋഷിയെ വെച്ച് യാഗം നടത്താമെന്ന് ഉദ്ദേശിച്ച് പുത്രിയും കാണാനായിട്ട് കാട്ടിലേക്ക് വരുന്നു. ഒരു യൗവനസ്ഥനായിട്ടുള്ള ഒരുത്തന്റെ കൂടെയാണ് തന്റെ പുത്രി ഇരിക്കുന്നത്. കണ്ടത് ദേഷ്യം വന്നു ശരിയാദിക്ക്. നീ എന്താ ഇങ്ങനെ ചെയ്തത്? നമ്മുടെ കുലത്തിന് തന്നെ പേരുദോഷം ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നടന്ന കാര്യങ്ങളൊക്കെ ഇത് തന്നെ അങ്ങയുടെ മരുമകൻ, എൻ്റെ ഭർത്താവ് നടന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ശരിയാദിക്കും വളരെ സന്തോഷമായി. പറഞ്ഞു, ഒരു യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങ് വന്ന് യാഗം നടത്തി തരണമെന്ന് ചവന ഋഷിയോട് പറഞ്ഞപ്പോൾ ചവനനും സന്തോഷമായി. കാരണം അശ്വിനി കുമാരന്മാരെ ആകുന്ന താൻ ചെയ്ത പ്രതിജ്ഞ നിറവേറ്റി കൊടുക്കണമല്ലോ. വന്ന് യാഗം ചെയ്തു. യാഗത്തിന്റെ അവസാനത്തിൽ മന്ത്രം ജപിച്ച അശ്വിനി കുമാരന്മാർക്ക് ആഹുതി കൊടുത്തു. ആഹുതി കൊടുക്കാൻ പുറപ്പെട്ടപ്പോൾ ഇന്ദ്രൻ പ്രത്യക്ഷമായി. ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അശ്വിനി കുമാരന്മാർക്ക് ആഹുതി കൊടുക്കരുത് എന്ന്. എന്നെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ആഹുതി കൊടുക്കും എന്ന് ചോദിച്ചു. എനിക്ക് അതൊന്നും പ്രശ്നമില്ല, ഞാൻ അവർക്കും വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആഹുതി കൊടുക്കുന്ന വീണ്ടും മന്ത്രം ജപിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ അതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് തന്റെ വജ്രായുധം പൊക്കിയിട്ട് കൊല്ലാനായിട്ട് പോവും ചവനനെ. കൈ പൊക്കിയത് ഇന്ദ്രൻ അറിയുള്ളൂ. കൈ താഴ്ത്താനോ അനക്കാനോ പറ്റാത്ത അവസ്ഥയായി. ചവന മഹർഷി അങ്ങനെ ഒന്ന് കാണിച്ചു. അതോടുകൂടി കൈ അവിടെ വജ്രായുധത്തോടു കൂടി ഇന്ദ്രന്റെ ആ കൈ അങ്ങനെ സ്തംഭിച്ച് അവിടെ നിന്നു. അനക്കാൻ പറ്റുന്നില്ല കയ്യ്. ചവന മഹർഷിയുടെ തപശക്തി മനസ്സിലാക്കിയ ഇന്ദ്രൻ കുറ്റബോധം ഉണ്ടായി. നമസ്കരിക്കും, പറയും, ഇന്ന് മുതൽ ഞാൻ ചെയ്തതിൽ പശ്ചാത്തപിച്ച് അവർക്ക് ആഹുതി കൊടുക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. പിന്നീടാണ് ആ കൈ ശരിയായത്. ചവന മഹർഷി ആഹുതി കൊടുത്ത് അന്ന് മുതൽ അശ്വിനി കുമാരന്മാർക്ക് യജ്ഞാഹുതികളിൽ ഭാഗം കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞ ശരിയാദി ചരിതത്തിനെ അവിടെ സുകന്യാ ചരിതത്തിനെ പറഞ്ഞതിന് ശേഷം പിന്നെ ആ ശരിയാദിയുടെ പുത്രനായിട്ടുള്ള ആനർത്തന്റെ മകൻ രേവതൻ, രേഖവതന്റെ മകൻ കകുദ്മി. ഈ കകുദ്മിക്ക് രേവതി എന്ന് പറഞ്ഞ ഒരു പുത്രിയുണ്ട്. ഇദ്ദേഹം ഇതൊക്കെ സത്യയുഗത്തിൽ നടന്ന കഥയാണ്. ഈ രേവതിക്ക് അനുയോജ്യനായിട്ടുള്ള ഭർത്താവ് ആരാണോ വരൻ ആരാണെന്ന് കേൾക്കാൻ ബ്രഹ്മലോകത്തിലേക്ക് ബ്രഹ്മാവിന്റെ അടുത്ത് മകളെയും കൂട്ടി പോകും. അവിടെ പോകുമ്പോൾ ബ്രഹ്മാവിന്റെ സദസ്സ് നടക്കുകയാണ്. സദസ്സൊക്കെ കഴിഞ്ഞിട്ടാവാം ചോദിക്കുന്ന പറഞ്ഞൊരു ഭാഗത്ത് നിൽക്കും. സദസ്സ് കഴിഞ്ഞ് ബ്രഹ്മാവിനോട് ചെന്ന് ചോദിക്കും, ബ്രഹ്മാവിക്ക് എന്തിനാ വന്നെന്ന്. അപ്പൊ എന്റെ മകളാണ് രേവതി, ഇവൾക്ക് അനുയോജ്യനായിട്ടുള്ള ഒരു ഭർത്താവിനെ അങ്ങ് പറയണം എന്ന് പറഞ്ഞപ്പോ ബ്രഹ്മാവ് ചിരിക്കും. കകുദ്മിയെ നോക്കിയിട്ട്, അതേ അങ്ങിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നില്ലേ? ഇവിടെ വന്ന ബ്രഹ്മലോകത്തിലെ സമയവും മർത്യലോകത്തിലെ സമയവും വളരെ വ്യത്യാസമാണ്. അങ്ങിപ്പോ വന്നിട്ട് 3 യുഗങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ നടക്കുന്നത് ദ്വാപരയുഗമാണ്. സത്യയുഗം കഴിഞ്ഞു, ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരയുഗം കഴിയാറായിരിക്കുന്നു. അങ്ങ് വിചാരിക്കുന്ന ആരും ഇപ്പൊ അവിടെ ഇല്ല, അങ്ങ് അറിയുന്ന ആരും. എങ്കിലും ഭഗവാൻ സ്വയം ബലഭദ്രസ്വാമിയായിട്ട് സംഘർഷണനായിട്ട് ബലരാമസ്വാമി കൃഷ്ണനോടുകൂടി ഭൂഭാരം തീർക്കാനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് അവിടെ ഭൂമിയിലുള്ളതിൽ ബലരാമസ്വാമി തന്നെയാണ് ഉത്തമനായിട്ടുള്ള വരൻ. ബലരാമസ്വാമിക്ക് രേവതിയെ കല്യാണം കഴിച്ചു കൊടുത്തോളൂ എന്ന് പറയും. അതനുസരിച്ച് തിരിച്ചു വരും. രേവതിയെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് പോവും. നോക്കുമ്പോൾ താലി കെട്ടാൻ പറ്റില്ല ബലരാമസ്വാമിക്ക്. കാരണം സത്യയുഗത്തിലൊക്കെ ആൾക്കാർ പന പോലെയുള്ള ഉയര. ദ്വാപര കഴിഞ്ഞ കലിയുഗമൊക്കെ വരുമ്പോൾ 6 അടി 5 അടിയായി. ബലരാമസ്വാമിക്കും പൊക്കമൊക്കെ ഉണ്ട്, പക്ഷെ സത്യയുഗത്തിലുള്ളവരുടെ അത്രയില്ല. പക്ഷെ ഭഗവാനല്ലേ, കലപ്പയുണ്ടായിരുന്നു കയ്യില്, പിടിച്ചിങ്ങോട്ട് താത്തി പൊക്കങ്ങോട്ട് കുറച്ചു രേവതിയുടെ, എന്നിട്ട് താലി കെട്ടി. അങ്ങനെ രേവതിയും ബലരാമസ്വാമിയും തമ്മിലുള്ള വിവാഹത്തിനെ അവിടെ പറഞ്ഞിട്ട് പിന്നെ ആ വംശപരമ്പരയിൽ ആ വംശപരമ്പര അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്തത് പോകുന്നത് നഭകൻ എന്ന് പറഞ്ഞ പുത്രന്റെ കഥയാണ്. വൈവസ്വത മനുവിന്റെ പുത്രനായിട്ടുള്ള നഭകന്റെ കഥ. ആ നഭകൻ അദ്ദേഹത്തിന്റെ വംശം പറഞ്ഞ് കവി എന്ന് പറഞ്ഞ മറ്റൊരു പുത്രൻ, ആ പുത്രന്റെ കഥകളെ പറഞ്ഞു വന്നു. അവർക്ക് 3 സഹോദരന്മാരുണ്ടായിരുന്നു. ഈ കവി ജന്മനാൽ തന്നെ ആത്മാരാമനായതുകൊണ്ട് തീർത്ഥാടനത്തിന് പോയി. ഇവൻ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ ഉള്ള സ്വത്തുകളൊക്കെ ബാക്കിയുള്ള സഹോദരന്മാർ വീതിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കല്
അവൻ തിരിച്ചു വന്നത് ഈ കവി തിരിച്ചു വന്നിട്ട് ചോദിച്ചു, എൻ്റെ സ്വത്ത് എവിടെയെന്ന്. ഇപ്പൊ സ്വത്തൊന്നുമില്ല, അച്ഛനുണ്ട്, അച്ഛനെ നീ എടുത്തോ എന്ന് പറഞ്ഞു. അച്ഛനെ എടുത്തോ എന്ന് പറഞ്ഞപ്പോ അച്ഛനാണ് ഈ മകൻ. അച്ഛൻ ഒരു സ്വത്തല്ല എന്ന് പറഞ്ഞു അച്ഛൻ. ഞാനൊരു സ്വത്തൊന്നുമല്ല, പക്ഷെ എന്തായാലും വിരോധമില്ല, ഇവന് ഉപജീവനത്തിന് മാർഗമില്ല. അപ്പൊ പറഞ്ഞു, അടുത്ത് തന്നെ അംഗീരസ ഗോത്രത്തിൽപ്പെട്ട ചില ഋഷികൾ വന്ന ഒരു യാഗം നടത്തും. യാഗത്തിൽ 6-ാമത്തെ ദിവസം ചൊല്ലേണ്ട മന്ത്രം അവർക്ക് അറിയാതെ കണ്ടുവരും. ആ മന്ത്രം ഇതാണ്, ഞാൻ തന്നെ പഠിപ്പിക്കാന്ന് പറഞ്ഞ ആ മന്ത്രം പഠിപ്പിച്ച് പറയും. നീ അവിടെ ചെന്ന് 6-ാമത്തെ ദിവസം അവർക്ക് ഈ മന്ത്രം അറിയാതെ കണ്ടുവരുമ്പോൾ നീ ആ മന്ത്രം ചൊല്ലിക്കൊടുക്കുക എന്ന് പറയും. അതനുസരിച്ച് ഇവൻ അവിടെ പോവും. അവർക്ക് മന്ത്രം അറിയാതെ വന്ന സമയത്ത് ചൊല്ലിക്കൊടുക്കും. അവർക്ക് തൃപ്തിയായിട്ട് അവർ പറയും, യാഗം കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിക്കുന്നതായിട്ടുള്ള, അന്നൊക്കെ സ്വർണം വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളൊക്കെയാണ് കേട്ടോ, നമ്മുടെ മാതിരി സ്റ്റീലും അലുമിനിയം ഒന്നുമല്ല. അപ്പൊ അതൊക്കെ അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവർ പോവും. ഇതൊക്കെ നീ എടുത്തോ എന്ന് പറയും ഈ കവിയുടെ അടുത്ത്. അവൻ ഈ പാത്രങ്ങളൊക്കെ എടുത്ത് പോവാൻ തുടങ്ങുമ്പോഴാണ് ഒരു കറുത്തിട്ട് സാമാന്യമായിട്ടുള്ള ഒരാൾ വരും. എന്നിട്ട് പറയും, ഇതൊക്കെ എന്റെയാണ്, നീ കൊണ്ടുപോകരുതെന്ന് പറയും. അപ്പൊ ഈ കവി പറയും, അങ്ങനെയല്ല, ഇവിടെ യാഗം നടത്തിയ ഋത്വിക്കുകളെ ബ്രാഹ്മണര് പറഞ്ഞു നീ എടുത്തു പോക്കോന്ന്. അവര് പറഞ്ഞാലൊന്നും കാര്യമില്ല, ഇതൊക്കെ എനിക്കുള്ളതാണ് എന്ന് മറ്റേ ആള്. അങ്ങനെ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ അച്ഛനോട് ചോദിച്ചു വായോ എന്ന് പറഞ്ഞേക്കും. കവി തിരിച്ചു വന്ന് അച്ഛൻ നവകന്റെ അടുത്ത് ചോദിക്കും, അച്ഛൻ ഇങ്ങനെ ഒരാൾ വന്നു, യജ്ഞത്തിൽ അവശേഷിച്ചതൊക്കെ എന്റെയാണെന്നാ പറയണത് എന്ന് പറഞ്ഞപ്പോ തൊഴുതുകൊണ്ട് പറയും, അഹോഭാഗ്യം അഹോഭാഗ്യം, വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ മഹാദേവനാണ് വേഷം മാറി വന്നിരിക്കുന്നത്. കാരണം ആ ദക്ഷയജ്ഞം കഴിഞ്ഞ സമയത്ത് ബ്രഹ്മാവ് കൊടുത്ത വരമാണ് മഹാദേവന്. എവിടെ ഏത് യജ്ഞയാഗങ്ങൾ നടന്നാലും ആ യജ്ഞയാഗത്തിന്റെ ബാക്കി വരുന്നതെല്ലാം അങ്ങേക്കുള്ളതാണ് എന്നുള്ള അനുഗ്രഹം കൊടുത്തിട്ടുണ്ട് ബ്രഹ്മാവ്. അപ്പൊ ആ മഹാദേവനാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഉണ്ണി മഹാദേവന് കൊടുക്കൂ എന്ന് പറഞ്ഞേച്ചു. ഇവിടെ ആ കവി വന്നിട്ട് എല്ലാം മഹാദേവനെ സമർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒന്നും വേണ്ട. അച്ഛൻ പറഞ്ഞു, മഹാദേവന് സന്തോഷമായി. കാരണം ദരിദ്രനാണെങ്കിലും അച്ഛനും മകനും സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല എന്ന് കണ്ടപ്പോൾ മഹാദേവൻ പരീക്ഷിക്കാനാവുന്നതേ മഹാദേവന് തൃപ്തിയായി. ഇത് മാത്രമല്ല, ഒരുപാട് സ്വത്തുകളും മറ്റുമൊക്കെ കൊടുത്തു എന്നാ പറയണത്. ഈ കവിക്ക് ഭാഗം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് ഇവനെ നാഭാഗൻ എന്നും വിളിക്കും, ഒരു പേര്. അങ്ങനെ നഭകന്റെ പുത്രൻ നാഭാഗൻ. ആ കഥ പറഞ്ഞപ്പോഴാണ് ഈ നാഭാഗന്റെ പുത്രനാണ് അംബരീഷൻ എന്ന് പറഞ്ഞ രാജാവ്. സ്വത്തും സ്വതന്ത്രവും ഈ ഭൂമി തന്നെ ഭരിച്ചുകൊണ്ടിരുന്ന, ഈ സപ്തദ്വീപുകളും ഭരിച്ചിരുന്ന അംബരീഷൻ. ആ അംബരീഷന് ഒരിക്കല് ബ്രാഹ്മണൻ ശപിച്ചു, ഋഷി ശപിച്ചു. പക്ഷേ ആ ശാപം അദ്ദേഹത്തിന് ഏറ്റില്ല, അംബരീഷന് എന്നവിടെ പറയും. ഇത് കേട്ടപ്പോ പരീക്ഷത്തിനൊരു സംശയമായി. ഋഷിയുടെ ശാപം ഏൽക്കാതിരിക്കേ, ഇത് ആദ്യമായിട്ടാ കേൾക്കണ. ഒരു ഋഷിയുടെ കുമാരൻ ശൃംഗി താൻ 7-ാമത്തെ ദിവസം തക്ഷകധ്വംസത്തിൽ മരിക്കുന്നു പറഞ്ഞ ആ ശാപം കൊണ്ട് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഋഷിയുടെ ശാപം ഏൽക്കില്ല എന്ന് പറഞ്ഞപ്പോ അതെന്താ കഥ പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് 2-3 അധ്യായങ്ങളിൽ കൂടി അംബരീഷ ചരിതം എന്ന് പറഞ്ഞ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ അംബരീഷൻ ഭഗവാൻ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ പ്രസാദിച്ച ഭഗവാൻ അദ്ദേഹത്തിന് ദർശനം കൊടുത്തു. അംബരീഷൻ ഒന്നും ചോദിച്ചില്ല. എങ്കിലും സന്തോഷിച്ച ഭഗവാൻ തന്റെ സുദർശന ചക്രത്തെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അംബരീഷന് കൊടുത്ത് അനുഗ്രഹം കൊടുത്തു പോകും. ഇദ്ദേഹം ഭഗവത് ഭക്തനായ അദ്ദേഹം ദ്വാദശി വ്രതം വേണ്ടമാതിരി അനുഷ്ഠിക്കും. ദശമി, ഏകാദശി, ദ്വാദശി. ദശമി ഉച്ചയ്ക്ക് ഊണ് കഴിക്കുക, പിന്നെ അന്നാഹാരം ഇല്ലാതെ കണ്ടിരിക്കുക. ഏകാദശി ദിവസം ഒന്നും കഴിക്കാതെ ഭഗവാനെ ഭജനം ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ദ്വാദശി ദിവസം ദാനധർമ്മങ്ങൾ ചെയ്ത് ബ്രാഹ്മണരെ കാല് കഴുകി ദ്വാദശി തിഥി അവസാനിക്കുന്നതിന് മുമ്പ് അവർക്ക് ഭക്ഷണം കൊടുത്ത് നമസ്കരിച്ച് മഹാപ്രസാദം പിന്നെ കഴിക്കുക. അങ്ങനെയുള്ള ദ്വാദശി വ്രതം എല്ലാ മാസവും ചെയ്തു വന്നതാണ്. 1 വർഷം പൂർത്തിയാവാറായിട്ടുള്ള അവസാനത്തെ ആ ദ്വാദശി വ്രതം ഗംഭീരമായിട്ട് ആഘോഷിക്കാനായിട്ട് മധുവനത്തിൽ പോയി. സ്നാനം യമുനയിൽ ചെയ്ത മധുവനത്തിൽ പോയി ഋത്വിക്കുകളെ വിളിച്ച് ഭഗവാനെ ഭജിച്ചുകൊണ്ട് ദ്വാദശി വ്രതം തുടങ്ങി. ദ്വാദശി ദിവസം കാലത്ത് 60 കോടി പശുക്കളെ
സ്വർണം വെള്ളി കെട്ടി വസ്ത്രമൊക്കെ ഉടിപ്പിച്ച് പശുക്കളെ ദാനം ചെയ്തു ബ്രാഹ്മണർക്ക് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. എത്ര 60 കോടി, 1-2 അങ്ങനെ അദ്ദേഹം ആ ദ്വാദശി പാരണം ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് ദുർവാസാവ് മഹർഷി അവിടേക്ക് വന്നു, സ്വീകരിച്ചു, കൈകാലം എഴുത്തി ഇരുത്തി, പറഞ്ഞു ഒന്ന് വന്നത് ധന്യമായി, എൻ്റെ പാരണ കഴിയുന്ന ദിവസമാണ്, അങ്ങ് ഭിക്ഷ സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് നമസ്കരിച്ചു. ആയിക്കോട്ടെ, ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ദുർവാസാവ് കാളിന്തിയിൽ കുളിക്കാൻ പോയി. ആ കാളിന്തിയിൽ ജലത്തിനകത്ത് മുങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ആ കാളിന്തിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ലീലകളൊക്കെ ഇതാ ഒന്നിനു പിന്നിൽ ഒന്ന് ഓർമ്മയിൽ വന്നു എന്നാ പറയണത്. ജലസ്തംഭം ചെയ്ത് അതിൻ്റെ അടുത്ത് അങ്ങോട്ട് ഇരുന്നു. ഇവിടെ ഇതാ ദ്വാദശി തിഥി കഴിയാറുള്ള സമയമായി, പാരണ മുഹൂർത്തം കഴിയാറായി. അംബരീഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ദുർവാസാവ് എത്തിയിട്ടില്ല, അദ്ദേഹത്തിന് ഊണ് കൊടുത്തിട്ട് വേണം താൻ ഭക്ഷിക്കാൻ, എന്നാലേ ആ ദ്വാദശി വ്രതം പൂർത്തിയാവുള്ളൂ. അവിടെയുള്ള ബ്രാഹ്മണരോട് ചോദിച്ചു, ഇനി അരമുഹൂർത്തേ ഉള്ളൂ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന്. അവര് പറഞ്ഞ ഭഗവാനെ അഭിഷേകം ചെയ്ത തീർത്ഥം, തുളസി തീർത്ഥം സേവിക്കൂ. പാരണ ചെയ്തോ ചോദിച്ചാൽ ചെയ്തു, എന്നാൽ ആഹാരം കഴിച്ചു, ആഹാരം കഴിച്ചതുമില്ല. പിന്നെ ദുർവാസാവ് വന്ന് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഏതായാലും വെള്ളം കയ്യിലെടുത്ത് ഭഗവാനെ ശ്രീഹരിയെ വിചാരിച്ചു, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ബ്രാഹ്മണർ പറഞ്ഞതനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞത് കുടിച്ചു. ബ്രാഹ്മണർ 2 പ്രാവശ്യം തീർത്ഥം സേവിക്കും. ആഹാരത്തിന് മുമ്പ് പ്രാണാഹുതി ചെയ്യുമ്പോൾ തീർത്ഥം സേവിക്കും. ആഹാരം കഴിഞ്ഞ് കൈ കഴുകി വന്നാൽ ആചമന്യം ചെയ്യണം എന്നൊക്കെയാണ് നിയമം. അപ്പോഴും തീർത്ഥം സേവിക്കും. ദുർവാസാവ് അവിടെ നിന്ന് വരുന്ന സമയത്ത് ഇതായി തീർത്ഥം കുടിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആചമന്യം ചെയ്യുകയാണെന്ന്. ദേഷ്യം വന്നു. എന്നെ വിളിച്ച് എനിക്ക് ആഹാരം തരാതെ വലിയ വിഷ്ണു ഭക്തനാണ് എന്നുള്ള ഗർവോടുകൂടി നീ ആഹാരം കഴിച്ചിരിക്കണം, നിനക്ക് ഇതിനുള്ള ശിക്ഷ തരണം എന്ന് പറഞ്ഞ് ഇത് അദ്ദേഹത്തിൻ്റെ മാതിരി നല്ല ജടയുണ്ടായിരുന്നു അദ്ദേഹത്തിനും ദുർവാസാവിനും. ജടയങ്ങോട്ട് അഴിച്ച് മണ്ണിലങ്ങോട്ട് അടിച്ചു, ഒരു കൃത്തിക സൃഷ്ടിച്ചു. തീ മാതിരി അഗ്നിമാതിരിയുള്ള കൃത്തിക കയ്യിൽ വാളെടുത്ത് എന്താ വേണ്ടതെന്ന് ദുർവാസാവിനോട് ചോദിച്ചു. ചെന്ന് വെട്ട അംബരീഷൻ്റെതല്ല എന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ണുടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടെ നിന്നു. അങ്ങനെ എൻ്റെ അന്ത്യം ഭഗവാൻ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ആവട്ടെ, പേടിച്ചില്ല. നച്ചജാലപതാ നൃപ എന്ന ഭാഗവതം പറഞ്ഞത്. ഒരടിയെടുത്ത് പിന്നിൽ വെച്ചില്ല എന്നാ പറയുന്നത് അംബരീഷൻ. അതൊക്കെയാണ് ഭക്തന്മാർ, ഭഗവാനിലുള്ള ദൃഢമായിട്ടുള്ള വിശ്വാസം. രക്ഷിക്കുകയാണെങ്കിൽ ഭഗവാൻ രക്ഷിക്കും, ശിക്ഷിക്കുകയല്ല ഭഗവാനാണ്. ഞാൻ ഓടിയിട്ട് എന്താ കാര്യം? ഭഗവാൻ ഇപ്പൊ ഈ കൃത്യകട കൊണ്ടാണ് എന്റെ മരണം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓടിയാലും കൃത്യമെന്ന് പോലും, ഇല്ലെങ്കിൽ എവിടെ നിന്നാലും കൃത്യക്കൊന്നും ഞാനില്ല. ഭഗവാനെ ഏൽപ്പിച്ചു. അംബരീഷൻ ഇളകിയില്ല. പക്ഷേ ഭഗവാൻ കൊടുത്ത സുദർശന ചക്രം അത് കൊടുത്തു പോയ പിന്നെ അംബരീഷൻ സുദർശന ചക്രത്തിനകത്ത് സിംഹാസനത്തിൽ രാജാവായിട്ട് ഇരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിയില് ചെറിയതാ ഒരു പലക വെച്ച് അവിടെ ഇരുന്നിട്ടാണ് താൻ രാജാവായിട്ട് രാജ്യഭരണം ചെയ്യുന്നത്. അങ്ങനത്തെ ഭക്തനായിരുന്നു. സുദർശനത്തിനെ കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. നോക്കിയിരിക്കുമ്പോഴേക്കും ഇതാ അവിടെ നിന്ന് സിംഹാസനത്തിൽ നിന്ന് സുദർശനം വന്നു, കൃത്തികട തലയങ്ങട്ട് വെട്ടി. അംബരീഷനൊന്നും പറ്റിയില്ല. കൃത്തികട തല വെട്ടി തിരിച്ചു സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദുർവാസാവ് വിചാരിച്ചത്. പക്ഷെ അതല്ല ഉണ്ടായത്. കൃത്തികട തല വെട്ടിയിട്ട് ദുർവാസാവിനെ നോക്കി അങ്ങോട്ട് തിരിഞ്ഞു. ദുർവാസാവിനെ നോക്കി തിരിഞ്ഞപ്പോ ദുർവാസാവിന് അംബരീഷനെ പോലെയൊന്നും ഭക്തി ഉറച്ചിട്ടില്ല. തന്റെ കഥ കഴിയുമല്ലോ എന്ന് പറഞ്ഞ ഓടി. 14 ലോകങ്ങളും ഓടി, എവിടെയും അഭയം കിട്ടിയില്ല. ബ്രഹ്മാവിന്റെ അടുത്ത് പോയി. ബ്രഹ്മാവ് പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഇതൊന്നും എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഭഗവാന്റെ സുദർശനത്തിനെ ഒന്നും നിർത്താനുള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് പൊക്കോളൂ, ഭഗവാനെ തന്നെ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിലേക്ക് പറഞ്ഞേക്കും. ഓടി വരുമ്പോ 2 ബോർഡ് കാണും. ഒരു ബോർഡ് ടു വൈകുണ്ഠം 100 കിലോമീറ്റേഴ്സ്, വേറൊരു ബോർഡ് ടു കൈലാസം 10 കിലോമീറ്റേഴ്സ്. അപ്പോ കൈലാസത്തില് പെട്ടെന്ന് പോവാലോ, 10 കിലോമീറ്റർ ഓടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ കൈലാസത്തെ പോയി മഹാദേവനോട് പറയാം. മഹാദേവൻ അച്ഛനുമാണ്. ഇതിനു മുമ്പ് കഥ പറഞ്ഞപ്പോ പറഞ്ഞല്ലോ, മഹാദേവന്റെ അംശമായിട്ടാണ് ദുർവാസാവ്, ബ്രഹ്മാവിന്റെ അംശമായിട്ട് ചന്ദ്രൻ, ഭഗവാന്റെ അംശമായിട്ട് വിഷ്ണുവിന്റെ അംശമായിട്ട് ദത്താത്രേയര് 3 പേര് ജനിച്ചു എന്നുള്ള കഥയൊക്കെ നമുക്ക് പറഞ്ഞു. അപ്പോ നോക്കുന്ന സമയത്ത് ദുർവാസാവ് ശിവന്റെ അംശമാണ്, ശിവന്റെ പുത്രനാണ്. അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അവിടെ ഓടിച്ചെന്നപ്പോ
ചതച്ചിങ്ങനെ കുളിച്ചിങ്ങനെ വരുന്നു. എന്താ ഇങ്ങനെ ഓടി വരുന്നത് എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത് എന്താ ഒരു സാധനം വരുന്നുണ്ട്. ഓ ഭഗവാൻ സുദർശനം തന്നോ നിനക്കാന്ന് ചോദിച്ചു. എനിക്ക് തന്നതല്ല, അംബരീഷനാ കൊടുത്തത്, എന്റെ തലവെട്ടാണ് വരുന്നത്, ഒന്ന് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കും അതിനുള്ള ശക്തിയൊന്നുമില്ല, ചെന്ന് ഭഗവാന്റെ കാലിൽ തന്നെ വീണോ. പക്ഷേ ഭഗവാന്റെ കാലിൽ നിന്ന് ചെന്ന് വീഴുന്നു വരെ ഇതൊന്നും ചെയ്യില്ല തന്നെ, അത് വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞു. ഇതാ ഓടി വൈകുണ്ഠത്തിലേക്ക്. ആഹാ അച്യുത അനന്ത എന്നൊക്കെ പറഞ്ഞ് കത്തി അവിടെ ചെന്ന് ഭഗവാന്റെ കാലിൽ ചെന്ന് അങ്ങോട്ട് വീണു. ആരാ വീണത് എന്താന്ന് പോലും ഭഗവാൻ അറിഞ്ഞില്ല. കണ്ണു തുറന്ന് എനിക്ക് നോക്കിയപ്പോഴാ ദുർവാസാവ് വേർത്തൊലിച്ചിങ്ങനെ കറുത്ത് ഈ സുദർശന പിന്നിലുണ്ടേ, അതിന്റെ ആവി അടിച്ചിട്ട് ജ്വാല അടിച്ചിട്ട് അങ്ങനെ കരിവാടിച്ചിരിക്കുന്നു. കൽക്കരി മാതിരി കണ്ടാറിയില്ല ദുർവാസാവിനെ. അതേമാതിരി എന്താ ദുർവാസാവെ ഇങ്ങനെ വന്നിരിക്കുന്നത്, എന്ത് പറ്റി? അപ്പൊ അംബരീഷന്റെ അവിടെ പോയിട്ട് ഓ ദശമി ദിവസം പോയോ? ദശമി ദിവസമല്ല. ഓ അപ്പൊ ഏകാദശി ദിവസം പോയിട്ടുണ്ടാവും പൂജയും ഭജനയും ഒക്കെ ചെയ്യാൻ. എല്ലാം ദ്വാദശി ദിവസം കാലത്ത് പോയതായിരിക്കും. എല്ലാ ഉച്ചയ്ക്കാ പോയത്, ഉണ്ണാനാ പോയതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഏതായാലും എന്താ നടന്നത്, ഇങ്ങനെയൊക്കെയാ നടന്നതെന്ന് പറഞ്ഞപ്പോ ഭഗവാനോടെ പറയും അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഹ്യദ്വിജ. നീ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്, എന്തിനെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ. അതൊക്കെ തെറ്റാണ്. ഞാൻ ഭക്തർക്ക് പരാധീനനാണ്. മാത്രമല്ല സുദർശനം ഇപ്പോ ഞാൻ പറഞ്ഞാൽ കേട്ടില്ല. കാരണം ഭക്തനായിട്ടുള്ള അംബരീഷന് ഞാൻ അന്നേ സുദർശനം കൊടുത്തു. ഇപ്പോ ആ അംബരീഷനെ കൊല്ലാനായിട്ട് ശ്രമിച്ച കാരണം കൊണ്ടാണ് രക്ഷിക്കാനായിട്ട് സുദർശനം വന്നത്. എന്റെ കാലിൽ പിടിച്ച ഒരു കാര്യമില്ല, നേരെ പോയി അംബരീഷന്റെ കാലിൽ തന്നെ വീണോളൂ. അംബരീഷിന് മാത്രമേ സുദർശനത്തിനെ നിർത്താനുള്ള ശക്തിയുള്ളൂ, എനിക്ക് പോലും ഇല്ല എന്ന് ഭഗവാൻ അവിടെ പറഞ്ഞു. ഇത് കേട്ടപ്പോ അവിടെ നിന്ന് ഓടി പോകുന്നതിന് മുമ്പ് പറഞ്ഞു അവിടെ അങ്ങക്ക് എല്ലാ ഗുണങ്ങളും ഉണ്ട്, തപസ്സുണ്ട്, ശക്തിയുണ്ട്, ബാക്കിയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങക്ക് ഈ വിനയം എന്നുള്ളത് തീരെയില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, കുറച്ച് വിനയം ഉണ്ടാവണം. ഈ മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം വെച്ച് നടന്നിട്ട് കാര്യമില്ല. ആ വിനയമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള ദേഷ്യം വന്നാൽ ചിലപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും, ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവട്ടോ. അതുകൊണ്ട് ഇനി കുറച്ചൊരു വിനയാന്വിതനായിട്ട് പൊക്കോളൂ എന്നൊരു ഉപദേശവും കൊടുത്ത് പറഞ്ഞേച്ചു. ഓടി അംബരീഷന്റെ അടുത്ത് വന്നു. ഇവിടത്തെ സ്ഥിതി എന്താ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പോയതിൽ പിന്നെ അംബരീഷൻ ആ നിപ്പാണ് സുദർശനത്തിനെ ധ്യാനിച്ചുകൊണ്ട്. ഒരു കൊല്ലായി എന്നാ പറയണത് ഏകദേശം. ഈ ഒരു കൊല്ലവും അംബരീഷൻ സുദർശനെ ധ്യാനിച്ചു കൊണ്ട് നിൽക്കുക. ഊണില്ല, ആഹാരമില്ല, അന്നല്ല, പാനില്ല, ഒന്നുമില്ല. എന്താ ജപിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്റെ കാരണം കൊണ്ട് ആ ബ്രാഹ്മണന് ഒന്നും ഉണ്ടാവരുത്, സുദർശനത്തിന് ജപിക്കുക. അപ്പോ സുദർശനത്തിനെക്കാളും സ്പീഡില് ദുർവാസാവിന് ഓടാൻ പറ്റുമോ? ഓടാനൊന്നും പറ്റില്ല. ദുർവാസാവ് വിചാരിക്കുമ്പോഴേക്കും അതിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ടാവും സുദർശനം. പക്ഷെ സുദർശനം ഒന്നും ചെയ്തില്ല. എന്താ ഇവിടെ അംബരീഷം ഭജിച്ചു നിൽക്കുക സുദർശനത്തിന്, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. തന്റെ ഭക്തന്റെ ആ പ്രാർത്ഥന കേട്ടുകൊണ്ട് സുദർശനം ഒന്നും ചെയ്യാതെ കൊണ്ട് നിൽക്കുന്നു. അവസാനം വന്ന് കാൽക്കല്ലിൽ വീഴാൻ വന്ന സമയത്ത് അയ്യോ മഹാഭാവം, എന്റെ കാൽക്കല്ലില്ല, അങ്ങയുടെ കാലിലാണ് ഞാൻ വീഴുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ട് നമസ്കരിച്ചു. സുദർശനത്തിനെ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങയെ ഭജിച്ചിട്ടുണ്ടായി എന്നുണ്ടെങ്കിൽ എന്റെ പുണ്യങ്ങളൊക്കെ എടുത്തോളൂ, പക്ഷേ ബ്രാഹ്മണനൊന്നും ചെയ്യരുത് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ സുദർശനം ആ സിംഹാസനത്തിൽ പോയിരുന്നു. ദുർവാസാവിനെ കാല് കഴുകി വേണ്ട മാതിരി ഇരുത്തി ദുർവാസാവിന് ഭോജനം കൊടുത്തു. ദാനദക്ഷിണകളെല്ലാം കൊടുത്ത് അനുഗ്രഹം മേടിച്ച് താനും ഭക്ഷണം കഴിച്ചു. അതിന് പിന്നെ ദുർവാസാവ് എവിടെ പോയാലും ഈ അംബരീഷ ചരിതം പാടിക്കൊണ്ടാത്രേ പോവുക, ഈ ഭക്തന്റെ കഥയെ പറഞ്ഞുകൊണ്ടാണ് അത്രേ പോവുക ദുർവാസാവ് എന്ന് അംബരീഷന്റെ ചരിതം അവിടെ പറഞ്ഞു. അംബരീഷ ചരിത്രത്തിന്റെ ശേഷം പല കഥകളും വരുന്നുണ്ട്. ആ ഇക്ഷ്വാകുവിന്റെ വംശം ഇക്ഷ്വാകു തുമ്മലിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു. ആ വംശത്തിൽ വന്നപ്പോഴാണ് മാന്ധാതു എന്ന് പറഞ്ഞ രാജാവിന്റെ കഥ. ഈ മാന്ധാതുവിന് 3 പുത്രന്മാര്, മുരുകുന്ദൻ മുതലായിട്ടുള്ള 3 പുത്രന്മാരും 50 പുത്രികളും ഉണ്ടാവും. ഒരിക്കലും സൗഭരി എന്ന് പറഞ്ഞ മഹർഷി ഈ ഭൂമിയിൽ തപസ് ചെയ്താൽ ആരെങ്കിലും വന്ന് തന്നെ തപസ്സിന്
എന്തെങ്കിലും ഭ്രംശം ചെയ്യോ എന്ന് വിചാരിച്ച് ജലത്തിന്റെ അടിയിൽ പോയി, വെള്ളത്തിന്റെ അടിയിൽ പോയി ഇരുന്ന് തപസ് ചെയ്യുത്രേ ഭഗവാന്. പ്രാരാബ്ധം ഒരിക്കൽ കണ്ണു തുറന്നപ്പോ മൈഥുനം ചെയ്യുന്ന മീനുകളെ കാണാനിടയായി. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കാമാസക്തി ഉണ്ടായി. ജലത്തിൽ നിന്നും പുറത്തു വന്നു. മാന്ധാതാവിന്റെ രാജാവിന്റെ അടുത്ത് പോയി, അങ്ങക്ക് 50 കുട്ടികളില്ലേ, ഒരു പെൺകുട്ടിയെ എനിക്ക് വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു. മാന്ധാതാവ് നോക്കുമ്പോ 1000 വർഷമായിട്ട് വെള്ളത്തിന്റെ അടിയിൽ ഇരുന്ന ആളാ ഇയാള്. കണ്ട എങ്ങനെ ഉണ്ടാവും ശരീരം? അറയ്ക്കും അതേമാതിരിയുള്ള ഒരു ശരീരം, ജടയും ഒക്കെ ആയിട്ട് ആകെ കുളിയില്ല, ഒന്നുമില്ല. വെള്ളത്തിന്റെ അടിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാളെ നോക്കിയ ഒരു പെണ്ണ് കല്യാണം കഴിക്കുവോ? പക്ഷെ തരില്ല എന്ന് പറഞ്ഞാൽ ശപിക്കും. ഋഷിയാണ്. തൽക്കാലം എന്തു പറയും, അന്തഃപുരത്തിൽ എൻ്റെ 50 പെൺകുട്ടികളുണ്ട്, ആരെങ്കിലും സമ്മതം പറഞ്ഞാൽ കല്യാണം കഴിച്ചോളൂ എന്ന് പറഞ്ഞേക്കും. സൗകര്യക്ക് മനസ്സിലായി തന്നെ കണ്ട ഒരു പെൺകുട്ടിയും കല്യാണം കഴിക്കാൻ വരില്ല. തൻ്റെ തപശക്തി കൊണ്ട് നല്ല യൗവനസ്ഥനായി നല്ല സൗന്ദര്യമൊക്കെ ഉണ്ടായി. അന്തഃപുരത്തിൽ പോയി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പെർമിഷൻ മേടിച്ചാണ് വരുന്നത്. എന്നെ ഇഷ്ടമുള്ള ആർക്കും വേണമെങ്കിലും എന്നെ കല്യാണം കഴിക്കാം. അച്ഛൻ സമ്മതം നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൈവക്കി അയാം റെഡി എന്ന് പറഞ്ഞിട്ട് 50 പേരും ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ 50 പേരെയും കല്യാണം കഴിച്ച് അവരൊക്കെ 10 കുട്ടികളുണ്ടായി. അവർക്ക് കുട്ടികളുണ്ടായി. നോക്കൂ, തപസ് ചെയ്ത് ഭഗവാന്റെ അടുത്തേക്ക് പോയ ആളാ. ആ മീനുകളെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വീണ്ടും ആ ഗൃഹസ്ഥ ജീവിതത്തിന്റെ ആഗ്രഹം ഉണ്ടായി. അതെല്ലാം അനുഭവിച്ച് അവസാനമാണ് ബുദ്ധി ഉണ്ടായത്, ഞാൻ ഭഗവാനെ ഭരിക്കാൻ പോയിട്ട് ഇപ്പൊ എവിടെയായിരിക്കുന്നത്, മനസ്സിലായോ? ഈ വീണ്ടും ഈ ഗൃഹസ്ഥ ജീവിതത്തിൽ വന്നിങ്ങനെ പെട്ടുല്ലോ, ഈ മായയുടെ കാരണം എന്ന് വിചാരിച്ചു. പിന്നെ വൈരാഗ്യം ഉണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, വൈരാഗ്യം ഉണ്ടാവുന്ന കഥകളാണതിൽ. കാട്ടിൽ പോയി ഭഗവാനെ ഭജിച്ച് ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു എന്ന് പറഞ്ഞ കഥ. ഇതിലൊരു പുത്രനാണ് അദ്ദേഹത്തിന്റെ മുരുകുന്ദൻ. ആ മുരുകുന്ദന്റെ കഥ നാളെ നമുക്ക് രുക്മിണി സ്വയംവരത്തിന് മുമ്പ് നമുക്ക് ആ കഥ അവിടെ വരുന്നുണ്ട്. ഈ വംശത്തിലാണ് ത്രിശങ്കു വന്നത്. ആ ത്രിശങ്കുവിന്റെ പുത്രനായിട്ട് സത്യവ്രതൻ അല്ലെങ്കിൽ ഹരിശ്ചന്ദ്രനെ കുറിച്ച് അവിടെ പറയണു. ആ കഥകളൊന്നും നമുക്കിപ്പോൾ പറഞ്ഞു പോകാൻ സമയമില്ല കേട്ടോ. ഹരിശ്ചന്ദ്രന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ആ വംശം പറഞ്ഞു പോകുമ്പോഴാണ് സകരന്റെ വംശം വന്നത്. സകരന് 2 പത്നിമാരുണ്ടായിരുന്നു. അതിലൊരു പത്നിയിൽ അദ്ദേഹത്തിന് 60,000 പുത്രന്മാരുണ്ടായി. ഈ സകരൻ വലിയ യാഗം നടത്തും. ആ യാഗത്തിൽ ദേവേന്ദ്രൻ വന്ന കുതിരയെ കട്ടുകൊണ്ടുപോകും. കുതിരയെ കട്ടുകൊണ്ടുപോയപ്പോ ആ കുതിരയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഈ സകരന്റെ പുത്രന്മാരായിട്ടുള്ള 60,000 പേരും ഇന്ദ്രന്റെ പിന്നിൽ പോകും. ഇന്ദ്രൻ പോയി കടലിന്റെ അടിയിൽ കപില വാസുദേവൻ തപസ്സിരിക്കുന്ന കപിലാശ്രമത്തിലേക്ക് പോകും. ഇനി പോവാൻ വഴിയില്ല എന്ന് കണ്ടപ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും, അശ്വത്തിനെ കപിലാശ്രമത്തിൽ കെട്ടിയിട്ട് ഇന്ദ്രൻ അവിടെ നിന്ന് അന്തർധ്യാനം ചെയ്ത് സുരലോകത്തിലേക്ക് എത്തും. ഇവരന്വേഷിച്ച് പോകുമ്പോൾ ഒരാളിരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഈ അശ്വത്തിനെ കെട്ടിയിട്ടുണ്ട്. ഇവർ വിചാരിക്കും ഇന്ദ്രൻ വേഷം മാറി നമ്മളെ പറ്റിക്കാനായിട്ട് ഇരിക്കുകയാണെന്ന്. ഇന്ദ്രൻ തന്നെയാണെന്ന് വിചാരിച്ച് കപിലയോഗീശ്വരനെ വധിക്കാനായിട്ട് ഈ 60,000 പേരും കൂടി മുന്നോട്ട് ചാടും. ശബ്ദം കേട്ട കപില വാസുദേവൻ കപില യോഗീശ്വരൻ കണ്ണൊന്ന് തുറന്നു നോക്കും. അദ്ദേഹത്തിന്റെ കണ്ണ് നോക്കിയതോടുകൂടി ആ ജ്വാലയിൽ 60,000 പേരും ഭസ്മമാവും എന്നാണ് പറഞ്ഞത്. 60,000 പേരും ഭസ്മമായി. മക്കൾ തിരിച്ചു വന്നില്ല എന്ന് കണ്ടപ്പോ പൗത്രനായിട്ടുള്ള അംശുമാനെ പറഞ്ഞേക്കും സകരൻ. അംശുമാൻ ഇവർ പോയ വഴി കൂടെ തേടി വന്നപ്പോ കപിലാശ്രമത്തിലെത്തി കുതിരയെ കണ്ടു. നോക്കുമ്പോ ഈ 60,000 പേരും മരിച്ച ഭസ്മമായി കിടക്കുന്നത് കണ്ടു. കപില ഭഗവാനെ നമസ്കരിച്ചു, സ്തുതിച്ചു, പറഞ്ഞു എൻ്റെ പിതൃക്കളാണ് അവര്. അശ്വം ഇന്ദ്രനാ കട്ടുകൊണ്ടുവന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ കപില വാസുദേവൻ പറഞ്ഞു, വിരോധല്ലേ, അശ്വത്തിനെ കൊണ്ടുപോയിക്കോളൂ, യാഗം പൂർത്തിയാക്കിക്കോളൂ. അപ്പൊ ഇവർക്കൊരു മുക്തി കിട്ടണ്ടേ ഭസ്മമായിട്ട് കിടക്കുന്നവർക്കെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മുക്തി ആവണമെന്നുണ്ടെങ്കിൽ ഗംഗയുടെ സ്പർശം ഉണ്ടാവണം. ഗംഗ വന്ന് ഇവരെ സ്പർശിച്ചാൽ മാത്രമേ ഇവർക്ക് മുക്തി കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതും കേട്ട് അംശുമാൻ തിരിച്ചു വന്നു. ഇവിടെ വന്ന യാഗം പൂർത്തിയായിട്ട്
ശേഷം അംശുമാൻ കുറെ അതിനുവേണ്ടി തപസ് ചെയ്യും ഗംഗയെ കൊണ്ടുവരാൻ. അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹത്തിന്റെ പുത്രനാണ് ദിലീപൻ. ദിലീപനും ഒരുപാട് ഗംഗയെ കൊണ്ടുവരാൻ തപസ് ചെയ്യും. അദ്ദേഹത്തിന് ആയുസ്സുണ്ടാവില്ല, കൊണ്ടുവരാൻ പറ്റിയില്ല. ആ ദിലീപന്റെ പുത്രനാണ് ഭഗീരഥൻ. പിന്നീട് ആ ഭഗീരഥൻ ആദ്യം മഹാദേവനെ പ്രസാദിപ്പിച്ച് ആദ്യം കുറെ ആയുസ് നീട്ടിയെടുത്തു. കാരണം തന്റെ പൂർവജന്മാർക്ക് കൊണ്ടുവരാൻ പറ്റാത്ത ആയുസ്സില്ലാത്ത കഴിഞ്ഞു പോയതാണെന്ന് വിചാരിച്ചു. ശിവനെ പ്രസാദിപ്പിച്ച് ആയുസ് നേടും, ഗംഗയെ പ്രസാദിപ്പിക്കും, ഗംഗ വരാൻ സമ്മതിക്കും, ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ സമ്മതിക്കും. പക്ഷെ എന്റെ ശക്തിയെ തടുക്കാൻ ആരുമില്ല. ഞാൻ ഭൂമിയിൽ വന്ന് പതിച്ചാൽ നേരെ പാതാളം വരെ ഞാൻ പോകും, കാര്യമുണ്ടാവില്ല ഞാൻ വന്നിട്ട്. അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഉപായം വേണം. മാത്രമല്ല, എന്നിൽ സ്നാനം ചെയ്ത് ആൾക്കാരെല്ലാം പാപം കഴുകിയാൽ ഞാൻ പരിശുദ്ധിയായിട്ടുള്ള ഞാൻ അപവിത്രയായി തീരും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ രണ്ടാമത്തേന് ആദ്യം പറയും, പാപം ചെയ്തവർ മാത്രമല്ല, പുണ്യം ചെയ്തിട്ടുള്ള പല മഹാത്മാക്കളും ഗംഗയിൽ സ്നാനം ചെയ്യില്ലേ? ഒരു പുണ്യാത്മാവിന്റെ പുണ്യം കൊണ്ട് ലക്ഷക്കണക്കിനുള്ള പാപാത്മാക്കളുടെ പാപം തീരും. അപ്പോ നീ എപ്പോഴും പരിശുദ്ധിയായിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവനെ പ്രത്യക്ഷമാക്കിയിട്ട് പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, വിരോധമില്ല, ഞാൻ എൻ്റെ ജടയിൽ ധരിച്ചു കൊള്ളാം ഗംഗയെ എന്ന് വാക്കുകൊടുത്തു. അതനുസരിച്ച് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരും. മഹാദേവൻ തൻ്റെ ജടയിൽ ഗംഗയെ ധരിക്കും. പിന്നീട് ആ പ്രവാഹം, ആ ഒഴുക്ക് കുറയ്ക്കാനായിക്കൊണ്ട് ജടയിൽ നിന്നും ഒരു രോമം എടുത്ത് ആ ദ്വാരത്തിൽ കൂടിയാണത്ര ഇപ്പൊ ഗംഗ ഒഴുകിക്കൊണ്ട് വരുന്നത് എന്ന് പറയാണ്. ആ ഗംഗ ഒഴുകി വരുമ്പോൾ ഋഷികേശിൽ അവിടെ വരുന്ന സമയത്ത് ജാനവി മഹർഷി അവിടെ തപസ്സിരിക്കുന്നത്. ജാനവി മഹർഷിയുടെ തപസ് ഈ ഗംഗ ഒഴുകി വരുന്ന ശബ്ദത്തിൽ അദ്ദേഹം തപസ്സിൽ നിന്നും നീക്കും. ആരാ കോലാഹലം ഉണ്ടാക്കുന്ന നോക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു നദിയാ ഒഴുകി വരുന്നത് എന്ന് കണ്ടു. ദേഷ്യം വന്നു. നമ്മൾ ആലമന്യം ചെയ്യുന്നത് മാറിയ ഗംഗ അങ്ങോട്ട് കുടിച്ചു എന്നാ പറയുന്നത് ജാനവി മഹർഷി. ഭഗീരഥൻ കുറച്ചു ദൂരം പോയി നോക്കുമ്പോൾ പിന്നിൽ ഗംഗ വരുന്നില്ല. നോക്കിയപ്പോ ഇവിടെ ഇതുവരെയുള്ളൂ ഗംഗ. ഇദ്ദേഹത്തിന്റെ വയറ്റിലായി. ജാനവി മഹർഷിയെ കണ്ട നമസ്കരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ഈ കാത്, വലത്തെ കാതൊന്നും ഇങ്ങനെ നോണ്ടി അങ്ങോട്ട് വിടും. അതിൽ കൂടെ ഗംഗ വന്നത് കാരണം കൊണ്ട് ജാഹ്നവി എന്നുള്ള പേരും ഗംഗയ്ക്ക് വന്നു എന്നൊക്കെ പറയും. അപ്പോ നമ്മുടെ കാതിൽ ഗംഗയുണ്ടായിരുന്ന ഒരു സങ്കല്പം. ബ്രാഹ്മണരൊക്കെ കർമ്മം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാത് തൊടും. എന്തെങ്കിലുമൊക്കെ പൂജ ചെയ്യുമ്പോൾ കാത് തൊടുന്നത് എന്തിനാ അവരിപ്പോ ഈ കാത് തൊടുന്നതെന്ന് നോക്കും. അപ്പൊ കാത് തൊട്ട കൈ പരിശുദ്ധമായി എന്നാണ്. ജലം വേണ്ട, ജലമില്ലെങ്കിലും കാത് തൊട്ടാ മതി, കയ്യ് പരിശുദ്ധമാവും. കാതില് ഗംഗയുണ്ടായിരുന്നത് ഐതിഹ്യം. അങ്ങനെ ആ കഥകളൊക്കെ അവിടെ പറഞ്ഞതിന് ശേഷമാണ് രാമായണ കഥ, ഭാഗവത രാമായണം. നമുക്ക് രാമായണം എന്നും പറയാൻ ഒരു വിധത്തിലും സമയമില്ല. എങ്കിലും ഒരു 4 വാക്ക് രാമായണത്തിനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ. ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അവതാരം ആ വംശത്തിലെ ഇക്ഷ്വാകു വംശമാണല്ലോ പറഞ്ഞു വരുന്നത്. ആ ഇക്ഷ്വാകു വംശത്തിലെ ഗഡ്വാങ്കൻ, ഗഡ്വാങ്കന്റെ മകനായിട്ട് ദീർഘബാഹു, അദ്ദേഹത്തിന്റെ മകനായിട്ട് രഘു, അദ്ദേഹത്തിന്റെ മകനായിട്ട് പ്രതിശ്രവൻ, അജൻ, അജന്റെ മകനായിട്ട് ദശരഥൻ, ദശരഥന്റെ പുത്രനായിക്കൊണ്ട് രാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്നന്മാരുമായിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അവതാരങ്ങളെ അവിടെ സൂചിപ്പിച്ചു. പൂർവത്തെ തെക്തരാജ്യോ ഗജരഥ അനുവനം. പിന്നെ ഭഗവാൻ കാണിച്ച, ശ്രീരാമചന്ദ്ര സ്വാമി കാണിച്ച ലീലകളെയാണ് അവിടെ ഗംഭീരമായിട്ട് പറയണത്. പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട്, അങ്ങ് മാർക്കണ്ഡേയ ഋഷിയിൽ നിന്നും ഈ കഥകളൊക്കെ കേട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് വിസ്തരിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ കുറിച്ച് ശ്രീശുക ബ്രഹ്മർഷി ആ കഥകൾ പറയുന്നത് കേട്ടപ്പോ സീതാസമേതനായിട്ട് ഇതാ 4 ദിവസമായിട്ട് കാത്തിരിക്കുകയാണത്രേ ശ്രീരാമചന്ദ്ര സ്വാമി ശ്രീശുകന്റെ മുന്നില്. വാൽമീകി പറഞ്ഞ രാമായണം ശ്രീരാമചന്ദ്ര സ്വാമി കേട്ടിട്ടുണ്ട്, വ്യാസൻ പറഞ്ഞ രാമായണം കേട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും തൃപ്തിയായില്ല. ശ്രീശുകൻ എന്നെ പറ്റി എന്താ പറയാൻ പോകുന്നത് എന്ന് കേൾക്കാനായിക്കൊണ്ടുള്ള ഒരു ജിജ്ഞാസ സീതാസമേതനായിട്ട് പ്രത്യക്ഷത്തില് ഉണ്ടായിരുന്നു എന്ന് പറയണു. ആര് പറയണു? യേശ
ഇവിടെ ഇരിക്കുന്ന ഈ ശ്രീരാമസ്വാമിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ശ്രീരാമസ്വാമിയെ ശ്രീശുഖന് മാത്രമേ ദർശനം കൊടുത്തുള്ളൂ. ബാക്കിയുള്ള ഒരു മുനീശ്വരന്മാർക്കും ഋഷികൾക്ക് ആർക്കും ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള ശ്രീരാമസ്വാമിയുടെ കഥ എന്താണ്? നമ്മുടെ മറ്റ് രാമായണങ്ങളും ഭാഗവത രാമായണവും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കാരണം രാമായണ കഥകൾ നിങ്ങളെ ദീർഘമായിട്ട് കേട്ടിട്ടുള്ളതാണ്. മാത്രമല്ല ഞാൻ എത്ര പരിശ്രമിച്ചാലും ആ കഥ ഇവിടെ പറയാൻ പറ്റില്ല. എനിക്ക് നല്ല കാര്യങ്ങള് രാമനെ പുകഴ്ത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ശ്രീശുഖൻ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിച്ചു എന്നുണ്ടെങ്കിലും അവിടെയും പറയും എന്ത്? ഹേ ഭഗവാനെ രാമേന്ദ്രസ്വാമി, അങ്ങയുടെ കൃപ, അങ്ങയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ലക്ഷ്മണസ്വാമിക്ക് ഇന്ദ്രജിത്തിനെ വധിക്കാൻ കഴിഞ്ഞു. അങ്ങയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ഹനുമാനെ കടലിൽ താണ്ടാൻ കഴിഞ്ഞു. അങ്ങയുടെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് ലങ്കയെ ധ്വംസനം ചെയ്യാൻ കഴിഞ്ഞു. അങ്ങയുടെ അനുഗ്രഹമുള്ളത് കൊണ്ട് സുഗ്രീവനെ ഇന്നത് ചെയ്യാൻ കഴിഞ്ഞു. എല്ലാറ്റിനും ശ്രീരാമചന്ദ്ര സ്വാമിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നതായിട്ടുള്ളത്. എന്താ കാരണം? തന്റെ മുന്നിലിരിക്കുന്ന ഭഗവാനെ ഒരിക്കലും താഴ്ത്തി പറയാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിനെ പുകഴ്ത്തി പറയണം, അല്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ആ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നടന്നു എന്നുള്ളത് രാമായണം തുടക്കം മുതലുള്ള കഥകള് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന കാരണം കൊണ്ട് തൽക്കാലം ശ്രീരാമചന്ദ്ര സ്വാമിയും ഇത് കേൾക്കുന്നതായിട്ടുള്ള എല്ലാ ഭക്തന്മാരും എന്നോട് ക്ഷമിക്കുക. കഥ നമുക്ക് രാമായണം അത്രയേ പറയാൻ സമയം അനുവദിക്കുന്നുള്ളൂ എന്നുള്ളത് കാരണം കൊണ്ടാണ്. അത് കഴിഞ്ഞ് അവസാനമായിട്ട് ആ സൂര്യവംശത്തിൽ വന്ന നിമി രാജാവിൻ്റെ കഥ. നിമി ഒരിക്കല് ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. വസിഷ്ഠനെ, കുലഗുരുവായ വസിഷ്ഠനെ ക്ഷണിച്ചു. വസിഷ്ഠൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ദ്രന്റെ യാഗം നടത്താൻ പോവുക, അത് വന്നതിന് ശേഷം ഞാൻ നടത്തിത്തരാമെന്ന് പറഞ്ഞു. ആയസിന്റെ വലിപ്പമാർക്കും അറിയില്ലല്ലോ. വസിഷ്ഠനെ കാത്തിരിക്കാതെ നിമി യാഗം തുടങ്ങി. യാഗം കഴിയുന്ന ഏതാണ്ട് സമയത്താണ് വസിഷ്ഠൻ തിരിച്ചു വരുന്നത്. ഇന്ദ്രന്റെ യാഗം കഴിഞ്ഞിട്ട് വസിഷ്ഠന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വന്ന് ചെയ്യാമെന്ന്. ബാക്കിയുള്ള ഋതുക്കളെ വിളിച്ച് എന്തുകൊണ്ട് നീ യാഗം ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ നിമി പറഞ്ഞു, അങ്ങ് വരാമെന്ന് പറഞ്ഞു. പക്ഷേ എപ്പോൾ വരുന്നറിയില്ല. അന്നൊക്കെ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും ഈ യാഗത്തിന്. എൻ്റെ ആയുസ് ഉണ്ടാവുമോ അമ്മ വരുന്നവരെ എന്നുള്ളത് അറിയില്ല. അപ്പൊ പറഞ്ഞു, ഞാൻ എപ്പോ മടങ്ങി വന്ന് ചെയ്യാന്ന് പറഞ്ഞപ്പോ അപ്പൊ നീ ഗുരുവിൽ വിശ്വസിക്കണം. ഞാൻ മടങ്ങി വരുന്നവരെ എന്റെ ആയുസ് ഉണ്ടാവും. ത്രികാലജ്ഞാനികളാണല്ലോ അവരൊക്കെ. ഞാൻ മടങ്ങി വന്ന് എന്റെ യാഗം ചെയ്യാമെന്ന് നമുക്ക് പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന മാതിരിയല്ലല്ലോ, നമുക്കറിയില്ല, അവർക്കതൊക്കെ അറിയാലോ. അപ്പൊ എന്നിൽ നമുക്ക് വിശ്വാസം ഉണ്ടായില്ല ഗുരുവാണെന്ന് പറഞ്ഞിട്ട്. നിന്റെ ശരീരം പതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. മരിക്കട്ടെ നീ എന്ന് പറഞ്ഞിട്ട്. കേട്ടപ്പോ നിമിക്കും സഹിച്ചില്ല. നിമി പറഞ്ഞു, ധനത്തിന്റെ ആശയിലാണ് അങ്ങ്, അല്ലെങ്കിൽ കുലഗുരു എന്റെയാണ്. അപ്പൊ കുലഗുരു എന്റെ ആണെങ്കിൽ എന്റെ യാഗം നടത്തി തരേണ്ടത്. ഇന്ദ്രന്റെ യാഗത്തിന് എന്തിനാ പോയത്? കുറെ ധനം തരും ഇന്ദ്രൻ എന്ന് വിചാരിച്ച് ആ ധനവും വേണം, എന്നിൽ നിന്ന് കിട്ടുന്ന ധനവും വേണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടാണ് അങ്ങ് പോയത്. അതുകൊണ്ട് അങ്ങയുടെ ശരീരവും പതിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഗുരുവിനെ തന്നെ ശപിച്ചു. രണ്ടുപേരുടെ ശരീരവും പതിച്ചു. പിന്നീട് ദേവന്മാരെ എല്ലാം പ്രത്യക്ഷപ്പെടുത്തി യാഗം നടത്തി. ബ്രാഹ്മണര്, ഋഷികള്, ദേവന്മാരെ പ്രസാദിച്ച് രണ്ടുപേർക്കും ശരീരം കൊടുക്കാം, ജീവൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു. വസിഷ്ഠൻ അത് സ്വീകരിച്ചു. അഗസ്ത്യന്റെ കൂടെ കുംഭോത്ഭവനായിട്ട് വീണ്ടും വസിഷ്ഠൻ അതേ രൂപത്തില് അതേ ഭാവത്തിൽ ജനിച്ചു എന്നൊക്കെ കഥ വരുന്നുണ്ട് പിന്നീട്. പക്ഷേ നിമി മഹാരാജാവ് പറഞ്ഞു, എനിക്കിനി ആ വൈരാഗ്യമായി, എനിക്കിനി ഭൂമിയിൽ വരണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, എനിക്ക് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല. ദേവന്മാര് പറയും, ഞങ്ങളെപ്പോ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചതാ, ഞങ്ങൾ വരം കൊടുത്തു, അങ്ങിപ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പോഴാണ് അത്രേ പറഞ്ഞത്, എന്നാ ഒരു കാര്യം ചെയ്യാം, അതുവരെ മനുഷ്യരുടെ കണ്ണടക്കില്ലായിരുന്നു, കണ്ണ് തുറന്നു തന്നെ ഇരിക്കും. അപ്പോൾ നിമി പറഞ്ഞു അത്ര, എന്നാൽ ഞാൻ എല്ലാ ജീവികളുടെയും പ്രാണികളുടെയും കൺപോളയിൽ വന്ന് ഞാൻ വസിച്ചു കൊള്ളാം, എനിക്ക് ശരീരം വേണ്ട, ആ കൺപോളയിൽ ഞാൻ ഇരിക്കാം, അതിന് ജീവൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് അത്രേ ദേവന്മാർ അനുഗ്രഹിച്ചത്. അന്ന് മുതലാണത്രേ നമ്മുടെ എല്ലാ മൃഗങ്ങളുടെയും കൺപോളകൾ അടയാനും തുറക്കാനും തുടങ്ങിയത്. അതുവരെ ഇത് ജഡമായിട്ടുള്ള വസ്തുവായിരുന്നു, ഇത് അറിയാതെ കണ്ടിരുന്നിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ കണ്ണിൽ
നിമി വന്നിരുന്നത് കൊണ്ടാണ് ആ കണ്ണ് അടച്ചു തുറക്കുന്ന ആ സമയത്തിന് നിമിഷം എന്നുള്ള പേര് വന്നത്. നിമിഷം നിമിഷം, അങ്ങനെയാണ് ആ പേര് വന്നത് എന്നുള്ള ആ നിമി വംശത്തിനെ പറഞ്ഞു. ആ നിമി വംശത്തിലാണ് പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാര്. അതിലൊരാളായിരുന്നു ജനകൻ. ആ ജനകന്റെ പുത്രിയായിരുന്നു സീതാദേവി. ആ സീതാദേവിയെയാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി കല്യാണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 13-ാമത്തെ അധ്യായത്തോടു കൂടി സൂര്യവംശ വർണ്ണന കഴിഞ്ഞു. നമുക്കും ഇവിടെ സമയം മാറുകയായി. ഇപ്പൊ നിർത്തുകയാണ്. ഇത് നമുക്കൊരു 7-8 അധ്യായങ്ങൾ പാരായണം ചെയ്യാനുണ്ട്. ആ അധ്യായങ്ങളെല്ലാം പാരായണം ചെയ്തത് കഴിഞ്ഞതിന് ശേഷം ഒരു 7:15 കൂടി നമുക്ക് ചന്ദ്രവംശ വർണ്ണന ആൻഡ് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരം ആ ഭാഗങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇപ്പോൾ ഈ കഥ പറഞ്ഞ് വായിച്ചു തീർന്ന ഭാഗങ്ങളെ ഭഗവാന്റെ കൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ നമഃ.